ായിരുന്നു. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു ആലോചന വന്നു. കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെയുള്ള കോൺഫറൻസുകളൊക്കെ ചെയ്യുന്നതാണ് അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തി ജീവിതങ്ങൾക്ക്, സഭകൾക്ക് ഒക്കെ അനുഗ്രഹമാകുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഹൃദയത്തിലൊരു താല്പര്യം വന്നു. അബുദാബിയിൽ ഇതുവരെയും ഒരു വലിയ കോൺഫറൻസ് നടത്തിയിട്ടില്ല. ശരിയായിട്ടുള്ള കോൺഫറൻസ് ഇങ്ങനെയൊന്നും അല്ല, വലിയ സെറ്റപ്പോട് കൂടിയാണ്. എന്നാൽ നമ്മുടെ സഭകളിലൊക്കെ സ്തോത്രം, ദൈവവചനം നമ്മൾ സംസാരിക്കുന്നു, ദൈവവചനം കേൾക്കുന്നു, ദൈവവചനം അനുസരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അബുദാബിയിൽ എല്ലാ ചർച്ചിലും അനേക കുടുംബങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഉള്ളപ്പോൾ ഇവിടെ നോക്കുക, സഹോദരങ്ങളാണ് നമ്മുടെ ക്യാമ്പിലുള്ള സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്തോത്രം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കുടുംബത്തെക്കുറിച്ച് ഭാരപ്പെടുന്നു. അവരുടെ കുടുംബങ്ങൾ നാട്ടിലുള്ളവരാണ് ഇവിടെ കൂടുതലും ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്തോത്രം. അവർക്ക് ഈ ചൂടേറിയ അനുഭവത്തിൽ അവരുടെ ജീവിതത്തിൽ അവർ ഭൗതിക നന്മകൾ വളരെ ചുരുക്കമായി ലഭിക്കുന്നുവെങ്കിലും അവരുടെ ഭാവിയെക്കുറിച്ച് അവർ ഭാരപ്പെടുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അവരത്ര വേദനയുള്ളവരായിരുന്നുകൊണ്ടാണ് കടന്നു വരുന്നത്. എങ്ങനെ ഒരു നല്ല ജീവിതം മുന്നോട്ട് കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കും? പ്രത്യേകാലത്ത് ദൈവസഭയ്ക്കും അനുഗ്രഹമാണ്, സ്വന്തം കുടുംബത്തിനും അത് അനുഗ്രഹമാണ്. ഞാനൊരു യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി അടിസ്ഥാനപരമായി കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച ദൈവമക്കളാണ് നാം. പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇതിനൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങി തീർന്നു. എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ചിന്തകൾ വരുമ്പോൾ യഥാർത്ഥമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാൽ നമ്മുടെ ജീവിതം തകരുകയില്ല, ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. ഇത് ഒരു നല്ല കേട്ടുറപ്പുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഹൃദയത്തിനകത്ത് ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തതാണ്. സഭയായിട്ട് ഇന്ന് ഇത്രയും ദൈവമക്കൾക്ക് ഇവിടെ കടന്നു വരുവാനിടയായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന്റെ പദപ്പെടുത്തലായിരിക്കാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാവശ്യം ഈ അബുദാബി യാത്രയുടെ അവസാന ദിവസവും അവസാന രാത്രിയുമാണിത്. കർത്താവ് അനുവദിച്ചാൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എയർപോർട്ടിലേക്ക് കടന്നു പോകണം, മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ ആത്മാർത്ഥമായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാലും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും സഭയോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് മാമനിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന കഴിഞ്ഞ ചില സമയങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഹീസ് എ വെരി ഗുഡ് റൈറ്റർ, അല്ലെ, നല്ല ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ പലത് വായിച്ചിട്ടുള്ളവരോടുണ്ടായിരിക്കും. അനുഗ്രഹീതനായ ഒരു ഗ്രന്ഥകർത്താവാണ്. ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ മണിക്കൂറുകൾ എടുക്കാൻ ദൈവം കഴിവ് കൊടുത്തിട്ടുള്ള ഒരു ദൈവദാസനാണ്. കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരു വാക്യം മാത്രം വായിച്ച് നിങ്ങൾ എടുക്കണമെന്നില്ല, ഞാനങ്ങ് വായിച്ചിട്ട് ഒരു സീരിയസ് ആയിട്ട് ഒരുപക്ഷെ ഞാൻ കർത്താവിന്റെ വളരെ നർമ്മരസമായ നിലയിൽ ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് ഇടയായിരുന്നു. ഞാൻ ഒരുപക്ഷെ അങ്ങനെ ഒരു രസകരമായ ഒരു അനുഭവത്തിലൂടെ പോകുമ്പോൾ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും നിങ്ങൾ രസകരമായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹം. നമുക്ക് ഒരല്പസമയം കുടുംബ ജീവിതത്തിൻ്റെയും കുടുംബ റിലേഷൻഷിപ്പ് കുടുംബത്തിന്റെ മാത്രമല്ല, ഈവൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പീപ്പിൾ, രണ്ടുപേര് തമ്മിലുള്ള ബന്ധത്തിനും ഒക്കെ വർദ്ധനവിന് കാരണമായി തീരുന്ന ചില സന്ദേശങ്ങൾ കേൾപ്പാൻ ഇടയാക്കട്ടെ. വളരെ അടുത്ത ചില നിമിഷങ്ങൾ മാത്രമേ ഞാനിത് സംസാരിക്കുന്നുള്ളൂ. പല ജനത്തെ നേരത്തെ ക്ലാസ് എടുത്തതായതുകൊണ്ട് പല സ്ലൈഡുകൾ ക്രമീകരിച്ചെങ്കിലും അതിൻ്റെ ഒരു മിഡിൽ സ്ലൈഡാണ് ഇവിടെ കാണുന്നത്. അതിൽ ഒന്നോ രണ്ടോ ടോപ്പിക്ക് മാത്രം തൊട്ട് ക്ലാസ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളെക്കാൾ ഇപ്പോൾ അത്യാവശ്യം എനിക്ക് നേരത്തെ നിർത്തേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നേരത്തെ തന്നെ നിർത്തുമെന്ന്. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് നിർത്തേണ്ടത് അത്യാവശ്യമുള്ളത് കൊണ്ട്, പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് വേഗത്തിൽ നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ഈ വാഗ ജീവിതം എന്നൊക്കെ പറയുന്ന അശുദ്ധമാണ്. വാഗ ജീവിതം അശുദ്ധമാണ്. ശുദ്ധമായി കാണുന്ന പലരുമുണ്ട്. പക്ഷെ അത് ഒരു പരിധി വരെ അവരുടെ ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ വിവരക്കേട് കൊണ്ടോ ആണ്.
രണ്ട് നിലയിലുമാണ്. ഒന്നുകിൽ വിവരക്കേട് അല്ലെങ്കിൽ ഭക്തിയുടെ കൂടുതലുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്തീയ ചരിത്രത്തില് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് സ്പിരിച്വാലിറ്റി, ലോവർ സ്റ്റാൻഡേർഡ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് രണ്ടായിട്ട് വിഭജിക്കാനായിട്ട് ആളുകൾ ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ദൈവവചനത്തില് അഡ്വൈസസ്, ഉപദേശങ്ങളുണ്ട്, റിക്വയർമെന്റ്സ് ഉണ്ട്, മസ്റ്റായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ഇങ്ങനെ അവർ രണ്ടായിട്ട് തരംതിരിച്ചിട്ട് പറഞ്ഞു, സാധാരണ ആളുകൾക്കൊക്കെ റിക്വയർമെന്റ്സ് മസ്റ്റായിട്ട് ചെയ്യണം, ഉറപ്പായിട്ട് ചെയ്യണമെന്ന കൽപ്പനകളൊക്കെ ചെയ്തു പോകുന്ന ആളുകള് സാധാരണ ആത്മീയ ജീവിതം നയിക്കുന്നവരും, എന്നാൽ ഒരു ലെവൽ കൂടുതൽ ചെയ്യേണ്ടവര് കർത്താവ് പറഞ്ഞിരിക്കുന്ന അഡ്വൈസസ്, ഉപദേശങ്ങളുണ്ടല്ലോ, എല്ലാം വയ്ക്കുക, പിന്നെ ദരിദ്രർക്ക് സ്പെൻഡ് ചെയ്യുക, ഇതുപോലുള്ള ഉപദേശങ്ങൾ, അതും അനുസരിക്കുന്നവർ ഒരു ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. അപ്പൊ അവര് വിവാഹം കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ചരിത്ര പശ്ചാത്തലം ഇതിനുണ്ട്. അത് സഭയ്ക്കകത്തേക്ക് കടന്നു വന്ന ദുരുപദേശമാണ്. നമുക്ക് തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിവാഹം വിലക്കുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് മനസാക്ഷിക്ക് ചൂട് വെച്ചുണ്ടായ ഉപദേശമാണ്. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നു അല്ലേ? എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും, വായിക്കുന്ന നല്ലതാ, നിങ്ങളാരും എന്നോട് ദേഷ്യപ്പെടത്തില്ലല്ലോ. ദേഷ്യം വരുന്നെങ്കിലും പൗലോസിനോട് വന്നോണം. അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുകയും ആത്മാവ് തെളിവായി പറയുന്നു. അടുത്തത്, അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുക. വിവാഹം വിലക്കുന്നവർ എന്താണെന്ന് പറഞ്ഞത്? സ്വന്തം മനസാക്ഷിക്ക് ചൂടുവെച്ചവരായിട്ട്. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞ ഭക്തിയുടെ കൂടുതലോ വിവരക്കേട് കൊണ്ടോ ആകാം. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിലെ ഭാഷയെ കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വിവാഹം അശുദ്ധമാണെന്ന് കാണുന്നത് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇത് കല്യാണ പ്രസംഗമല്ലല്ലോ, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. വിവാഹം വിശുദ്ധമാകാൻ കാരണം അത് ഇൻട്രൊഡക്ഷനിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കടന്നു വരാം. വിവാഹം വിശുദ്ധമാണ് എന്ന് വേദപുസ്തകം പറയാൻ കാരണം, ഒന്ന്, പാപം ചെയ്യുന്നതിന് മുൻപാണ് വിവാഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വിവാഹം ദൈവം പരിചയപ്പെടുത്തിയത്, കുടുംബജീവിതം ദൈവം സ്റ്റാർട്ട് ചെയ്തത്. രണ്ട്, അതിപരിശുദ്ധനായ ദൈവമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഒരു രണ്ടുപേരെ പിടിച്ച്, ആദമനെയും ഹവ്വയെയും പിടിച്ച് ഭാര്യാഭർത്താക്കന്മാരാക്കി മാറ്റിയത് ആരാ? അതിപരിശുദ്ധനായ ദൈവം. അപ്പൊ പരിശുദ്ധനായ ദൈവം അശുദ്ധമായ ഒരു കാര്യത്തിന് മുഖവര ഒരിക്കലും കൊടുക്കത്തില്ല. അശുദ്ധമായിരുന്നെങ്കിൽ ദൈവം അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ല, ദൈവത്തെ പരാജയം ചെയ്യത്തില്ല. വാസ്തവത്തിൽ ദേവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തങ്ങളെ കാണാൻ വന്ന ചെറുക്കന്മാരെ പറ്റി കേൾക്കണ്ടാത്ത ഒരു വലിയ ലിസ്റ്റ്, ചെറുക്കന്മാരെ പറ്റി കേൾക്കണ്ടാത്ത ഭൂമിയിലെ ഒരൊറ്റ ഭർത്താവേ ഉള്ളായിരുന്നത് ആദാമായിരുന്നു എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഞങ്ങളെ കാണാൻ എത്ര ചെറുക്കന്മാർ വന്നായിരുന്നു അറിയാമോ, അത് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് കേൾക്കണ്ടാതിരുന്ന ഒരൊറ്റ ചെറുക്കനേ ഉള്ളൂ. അതാരാ? ആദാമാണ്. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് തന്റെ അമ്മ വെക്കുന്ന ചോറിന്റെയും കറിയുടെയും രുചിയുടെ കാര്യം കേൾക്കാതിരുന്ന ഒരൊറ്റ ഭാര്യയേ ഉള്ളൂ, അത് ഹവ്വയാണ്. അപ്പം ദൈവം തമ്പുരാനത് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആദാമിനെയും ഹവ്വയെയും വിവാഹത്തിലേക്ക് കൊണ്ടുവന്നു. സർവശക്തനായ ദൈവം ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആയതുകൊണ്ട് വിവാഹം, കുടുംബജീവിതം വിശുദ്ധമാണ്. അത് മാത്രമല്ല, വേദപുസ്തകത്തിൽ പരിശുദ്ധമായ ബന്ധങ്ങളെ കാണിക്കാൻ അതിന്റെ എക്സാമ്പിളായി എടുത്തിരിക്കുന്നത് വിവാഹബന്ധത്തെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇസ്രായേലും പരിശുദ്ധനായ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വിവാഹബന്ധമാണ് പിതാവായ ദൈവം എടുത്തിരിക്കുന്നത്. ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഭർത്താവാണ് ഞാനെന്ന, നിന്റെ ഭർത്താവാണ് കർത്താവെന്ന. അതായത് വിവാഹ ബന്ധത്തിലൂടെയാണ് ഇപ്പൊ മനുഷ്യന്റെ പിതാവായ ദൈവവും തന്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെ കാണിപ്പാനായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ കാണിപ്പാൻ വിവാഹ ബന്ധത്തെയാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ ബന്ധങ്ങളെ ഒക്കെ ജനത്തിന് ചിത്രീകരിച്ചു കൊടുക്കാൻ വേദപുസ്തകം എടുക്കുന്നത് വിവാഹ ബന്ധത്തെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വിവാഹ ജീവിതം, കുടുംബ ജീവിതം അശുദ്ധമല്ല, ഒരു താണ തരത്തിലുള്ള ജീവിതമല്ല. അത് പരിശുദ്ധനായ ദൈവത്താൽ പരിശുദ്ധമായ സമയത്ത് പരിശുദ്ധമായ ബന്ധങ്ങളെ കാണിച്ചുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് വിവാഹ ജീവിതം എന്നുള്ളത് കൊണ്ട് അത് തരം താണ ഒരു അനുഭവമല്ല, അത് വിശുദ്ധിയിൽ തന്നെ ജീവിക്കേണ്ട കർത്താവിന്റെ ദാസനോട്
ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിവാഹിതരായ ദൈവമക്കൾ വിവാഹം കഴിക്കാതെ നടക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ഒരുമാതിരി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകേണ്ട. ഇത് പരിശുദ്ധനായ ദൈവം സ്ഥാപിച്ചതായതുകൊണ്ട് ധൈര്യത്തോടെ തലയുയർത്തി നടന്നു. ദൈവം തന്ന അനുഗ്രഹമാണ് കുടുംബ ജീവിതം. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് തന്ന കുടുംബ ജീവിതം അനുഗ്രഹമാണ്. അത് ശുശ്രൂഷയ്ക്ക് തടസ്സമല്ല. ചില ഉപദേശങ്ങൾ സഭകൾ പഠിപ്പിക്കുന്നുണ്ട്. പാസ്റ്റർമാർ കല്യാണം കഴിക്കരുത്, അച്ഛന്മാർ കല്യാണം കഴിക്കരുത്. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നെ പോലെ ആയിരിക്കുന്നത്, ആ വാക്യം കേട്ടിട്ടില്ലേ? എന്നെ പോലെ ആയിരിക്കുന്നത് ഏറെ നല്ലത്. ആർക്കാ? ഉപദേശിമാർക്കല്ല. എന്നെ 2 വാക്യം മുന്നത് പറഞ്ഞിട്ടുണ്ട്. വിധവമാരോടും വിവാഹം കഴിയാത്തവരോടും എനിക്കുള്ള അഭിപ്രായം, കർത്താവിൽ ഞാൻ പ്രാപിച്ചതല്ല, എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ പോലെ ആയിരിക്കുന്നത് ഏറെ നല്ലത്. ഉപദേശിമാരല്ല, പിന്നെ ആരാ പറഞ്ഞേ? വിധവമാരും വിവാഹം കഴിയാത്തവരും. എന്ന് പറഞ്ഞാൽ വിധവമാരോടും വിവാഹം കഴിയാത്തവരോടും കർത്താവിൽ നിന്ന് പ്രാപിച്ചതല്ല, എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു. പൗലോസ് പറയുക, എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു. അതിന് അദ്ദേഹം അണ്ടർലൈൻ ചെയ്തു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് അല്ല, എന്റെ അഭിപ്രായം. നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത്. ഉപദേശിമാരോടും അച്ഛന്മാരോടും പറയുന്നതല്ല. പൗലോസ് കല്യാണം കഴിക്കാതിരുന്നതിന്റെ ഉദ്ദേശം, കഴിക്കാതിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് രക്ഷിക്കപ്പെട്ട ശേഷം ഒന്നേ കല്യാണം കഴിക്കാതിരുന്ന അല്ലെങ്കിൽ റീമാരേജ് കഴിക്കാതിരുന്നത് ചെയ്യാതിരുന്നത്. എന്റെ ഉദ്ദേശം ഇതാണ്, താൻ അപ്പോസ്തലനാണ്. ഒരു സ്ഥലത്തും 1-2 മാസം കൂടുതൽ സ്റ്റേ ചെയ്തിട്ടില്ല. ആകെപ്പാടെ ഏറ്റവും കൂടുതൽ സമയം സ്റ്റേ ചെയ്തത് എഫെസസിൽ 2 വർഷമാണ്. അപ്പൊ അതുകൊണ്ട് ഭാര്യയും പിള്ളേരെ നോക്കാൻ സമയമില്ല. ഇന്ന് ഇവിടെ കണ്ടാൽ പിന്നെ അടുത്ത സ്ഥലത്താണ്, അവിടെ കണ്ടാൽ പിന്നെ അടുത്ത സ്ഥലത്താണ്, അവിടെ കണ്ടാൽ പിന്നെ അടുത്ത സ്ഥലത്താണ്. അപ്പൊ കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാൻ പൗലോസിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ചാടി 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 സുവിശേഷ വേല ചെയ്യുന്നവർ വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞാൽ ഭാര്യയും കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യാനായിട്ട് പറ്റാത്ത ഉപദേശിമാർക്കല്ലേ. അതേസമയം സഭയുടെ ചാർജുള്ള പാസ്റ്റർമാർ വിവാഹിതരായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല, അതിലേക്ക് ഒന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല. എന്റെ പോയിന്റ് ഇതാണ്, പ്രധാനദാസൻ പറഞ്ഞതിനെ ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. വിവാഹ ജീവിതം, കുടുംബ ജീവിതം വിശുദ്ധമാണ്. അതിലേക്ക് പ്രവേശിപ്പാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ അത് ദൈവം തന്ന നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുടുംബ ജീവിതത്തിന്റെ പർപ്പസ് കർത്താവൻദാസൻ 7 കാര്യങ്ങളിലൂടെ ഒന്ന് 7 ഉദ്ദേശങ്ങൾ. എന്നാൽ ബേസിക്കലി 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുള്ള 7 പറയാൻ ശ്രമിക്കാത്തതുകൊണ്ട്. ഒന്ന് കംപ്ലീറ്റ്നെസ് ആണ്. കാരണം കർത്താവ് എന്ത് ചെയ്തെന്ന് അറിയാമോ? കർത്താവ് ആദമിനെ സൃഷ്ടിച്ചിട്ട് മറ്റെല്ലാം സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും നക്ഷത്രവും സൂര്യനും വൃക്ഷസസ്യാദികളും എല്ലാം സൃഷ്ടിച്ചു. മൃഗങ്ങളെ സൃഷ്ടിച്ചു. എല്ലാത്തിനെയും എന്നിട്ട് പറഞ്ഞു ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്, എല്ലാം നല്ലത് 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 നല്ലത്. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇത് നല്ലതല്ലെന്ന്. ആദമിനെ സൃഷ്ടിച്ചിട്ട് എന്താ പറഞ്ഞു? ഇത് നല്ലതല്ലെന്ന്. ഏകനായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ കംപ്ലീറ്റ് ആയിട്ടില്ല. മറ്റെല്ലാം പറഞ്ഞപ്പോൾ നല്ലത് 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 നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ പറഞ്ഞു ഇവൻ നല്ലതല്ല. ഇവനെ നല്ലതാകണമെങ്കിൽ ഞാൻ ഇനി എവനെ പോലിരിക്കുന്ന ഒരുത്തനെ ശരിയാക്കി കൊടുക്കണം. എന്താ ഒരു മൃഗത്തെ കൊടുക്കാൻ ഞാൻ അറിയാമോ? എന്താ മറ്റേ ഈ സൃഷ്ടിച്ചതിൽ നിന്നൊന്നും കർത്താവിന് അറിയാം. യവന് കൊടുക്കുന്നത് എവനെ പോലെ ചിന്തിക്കുന്നവരായിരിക്കണം, യവൻ പറയുന്നത് മനസ്സിലാക്കുന്നവരായിരിക്കണം, അവന്റെ കൂടെ കളിക്കുന്നവരായിരിക്കണം, അവന്റെ കൂടെ അവനെ പോലെ ബ്രെയിൻ ഉള്ളവരായിരിക്കണം. കാരണം ഒരു തക്ക തുണയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, തക്ക തുണ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ സ്യൂട്ടബിൾ ഹെൽപ്പർ അല്ലെ. തക്ക തുണ എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അവനെ പോലെ അവന് കുഴപ്പമുണ്ടാക്കാത്ത കക്ഷിയായിരിക്കണം. അങ്ങനെയാണ് ഒരു സഹോദരിയെ സൃഷ്ടിച്ച് അവർ 2 പേരൂടെ ആയപ്പോൾ എന്തായി? കംപ്ലീറ്റ്. അങ്ങനെയാണെങ്കിൽ കുടുംബ ജീവിതത്തിൽ ആദം എന്ന വേർഡിന്റെ അർത്ഥം തന്നെ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ആദമായി തീർന്നത് ഹവ്വയെ കൂടെ കിട്ടിയപ്പോഴാണ്. അപ്പൊ ദൈവത്തിന്റെ പർപ്പസ് വിവാഹ ജീവിതത്തിൽ കംപ്ലീറ്റ്നെസ്, പെർഫെക്ഷൻ, അത് പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് ഒരു പുരുഷ ജീവിതം, ഒരു സ്ത്രീയുടെ ജീവിതം പൂർണ്ണതയിൽ എത്തിച്ചേരാൻ വിവാഹബന്ധം ദൈവം സ്ഥാപിച്ചു. 2, ഒരു ഗോഡ്ലി ലെഗസി. ഗോഡ്ലി ലെഗസി എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാന്റെ പാരമ്പര്യം ഇവിടെ നിലനിർത്താനായിട്ടാണ്
ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരുടെ പാരമ്പര്യം ഇവിടെ നിലനിർത്താനായിട്ടാണ് വിവാഹം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഗോ മൾട്ടിപ്ലൈ അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകണം. ദൈവം തമ്പുരാന്റെ ഇമേജ് ഉള്ള, ദൈവം തമ്പുരാന്റെ ലൈക്നെസ് ഉള്ള, ദൈവം തമ്പുരാന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ഒരു കാലഘട്ടം കൊണ്ട് തീരരുത്. അവരെന്തോ ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ദൈവം തമ്പുരാന്റെ തേജസ്സും ഇമേജും ലൈക്നെസ്സും ഭൂമിയിൽ മുഴുവൻ പെരുകേണ്ടതിന് ദൈവം തമ്പുരാൻ കുടുംബ ബന്ധത്തെ സ്ഥാപിച്ചു. മൂന്നാമത്, ദൈവത്തെ ഭൂമിയിൽ റിഫ്ലക്ട് ചെയ്യാൻ, ദൈവത്തെ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യാൻ. ദൈവമാരാ? 3 വ്യക്തിത്വങ്ങളാണ് കേട്ടോ. 3 വ്യക്തിത്വങ്ങൾ in one Godhead. അങ്ങനല്ലേ? 3 personalities in one Godhead. അതാ ദൈവം തമ്പുരാന്റെ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെയുണ്ട്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ ത്രിയേക ദൈവത്തെ റെപ്രസെന്റ് ചെയ്യാനാണ് ഭൂമിയിൽ മനുഷ്യനെ ആക്കിയത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ത്രിയേക ദൈവത്തിൽ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇരുന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒറ്റ വ്യക്തിത്വം. ഈവൻ ദൈവത്വത്തിൽ പോലും ഷെയറിംഗ് ഉണ്ട്, ദൈവത്വത്തിൽ പോലും സ്നേഹം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയുള്ള ഈ ഷെയറിങ്ങിനെ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവമായിരിക്കുന്നത് പോലെ തന്നെ ഭാര്യ, ഭർത്താവ്, ദൈവം തന്നെ കുഞ്ഞുങ്ങള്, ഇവർ 3 പേരും കൂടെ ചേർന്ന് അതിനൊരു പേരിട്ടു കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു പുരുഷനല്ല, കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയല്ല, കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ മിനിമം: ഭാര്യയും ഭർത്താവും, ദൈവം തന്ന കുഞ്ഞും. ഇത് 3 കൂടെ ചേരുന്നതാണ് കുടുംബം. ഭൂമിയിൽ കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെയാണ് മനുഷ്യൻ കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ തൃത്വത്തെ ഭൂമിയിൽ പ്രതിനിധീകരിപ്പാൻ, ദൈവത്വത്തെ ഭൂമിയിൽ പ്രതിനിധീകരിപ്പാൻ കൂടെയാണ് കുടുംബത്തെ ദൈവം ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദൈവമക്കൾ അലങ്കോലമുണ്ടാക്കിയ, പിരിഞ്ഞു പോയ, വഴക്കുണ്ടാക്കിയ, ബഹളമുണ്ടാക്കിയ ആരെയാ ബാധിക്കുന്നതെന്നറിയാമോ? ത്രിയേക ദൈവത്തെയാ ബാധിക്കുന്നത്. കാരണം ദൈവം തമ്പുരാനെ പ്രതിനിധീകരിക്കാൻ ഭൂമിയിലാക്കിയിരിക്കുന്ന ആളുകൾ ഇവിടെ കടന്ന് അതിനു പകരം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ഫോർഗീവ്നെസ്സും ഷെയർ ചെയ്യേണ്ടടുത്ത് അത് ചെയ്യാതിരിക്കുമ്പോൾ ദൈവത്തോട് ചെയ്യുന്ന പാപമാണ് കുടുംബജീവിതത്തിലുള്ള കോലാഹലങ്ങളെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം. അപ്പൊ കുടുംബജീവിതം ഭാര്യയോടും ഭർത്താവിനോടും ചെയ്യുന്ന പരിപാടി മാത്രമല്ല, ഇത് ആരോട് ചെയ്യുന്നതാണ്? ദൈവത്തോട് ചെയ്യുന്ന കാര്യമാണ്. കുടുംബ ജീവിതത്തിൽ ഇന്റിമസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൺനെസ്, ഏകം ആയിരിക്കുക അല്ലെ? കുടുംബ ജീവിതത്തിൽ ഒരു മിസ്റ്റിക്കൽ യൂണിയൻ നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ചർച്ച പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഭാര്യയും ഭർത്താവിനും കൂടെ പിടിച്ചു നിർത്തിയിട്ട് കല്യാണം നടത്തുന്ന ദൈവദാസൻ വിളിച്ചു പറയും, ഇനി മേലിൽ ഇവർ 2 അല്ല, ഇവർ 1 ആയിരിക്കുന്നു. കോട്ടയത്ത് ജനിച്ച ശോശാമി, കോഴിക്കോട് ജനിച്ച തോമാച്ചനും 2 പേരും കൂടെ ഒരുമിച്ച് സ്റ്റേജിൽ വന്ന് കഴിയുമ്പോൾ കർത്താവിന്റെ ദാസൻ പറയുന്നത്, ഇനി മേലിൽ ഇവർ 2 അല്ല, ഇവരാരാണ്? 1 ആണ് എന്ന് പറഞ്ഞാൽ ആ വൺനെസ് ഫാക്ടർ വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകുക. അത് കീപ്പ് ചെയ്യണമെങ്കിൽ ഇന്റിമസിയാണ് ഏറ്റവും പ്രധാനം. അവിടെ മുതൽ നിങ്ങൾ എന്റെ കൂടെ പോകണം. ഇനി നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കാണും. അപ്പൊ ഇവിടെ ഇന്റിമസി, ഫാമിലി റിലേഷൻഷിപ്പിൽ കീപ്പ് ചെയ്യണമെങ്കിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദൈവത്തോട് അടുത്ത് വരുന്നതാണ് കുടുംബജീവിതത്തിന്റെ ഭദ്രത. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗോഡ് അറ്റ് ദ സെന്റർ. ദൈവമായിരിക്കണം എവിടെ? സെന്റർ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഗോഡ് അറ്റ് ദ സെന്റർ. ഇവിടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാദർ, ഇവിടെ കുഞ്ഞുങ്ങൾ, ഇവിടെ വൈഫ് അല്ലെങ്കിൽ മദർ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ കൂട്ടര് ദൈവത്തോടൊന്ന് അടുത്തു വന്നാൽ, ദൈവത്തോട് അടുക്കും തോറും ഇവർ തമ്മിൽ അടുത്തിരിക്കും. വേറെ മാർഗമില്ല. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ദൈവം സെന്ററിലായതുകൊണ്ട് ഭർത്താവ് ഭാര്യയോട് അടുക്കണമെങ്കിൽ അവൻ ആദ്യം ദൈവത്തോട് അടുക്കണം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് കുറച്ചുകൂടെ അടുത്ത് വരണമെങ്കിൽ അവൻ ആരോട് അടുക്കണം? ദൈവത്തോട് അടുക്കണം. കാരണം ഇവരെ കവർ ചെയ്ത് സെൻട്രൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഏത്? ദൈവം. ദൈവത്തോട് അടുക്കുന്ന കുടുംബങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം കാണും. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും. മാതാപിതാക്കൾ, ഭാര്യ ഭർത്താവിന്റെ മാത്രമല്ല, കുടുംബം എന്ന് പറയുന്നത് അത് കപ്പിളെന്നാണ് ഞങ്ങളവിടെ വിളിക്കുന്നത്. ഭാര്യയും ഭർത്താവും മാത്രമായിരുന്നെങ്കിൽ അവിടെ വിളിക്കുന്ന കപ്പിൾസ് എന്ന, അല്ലാതെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരോട് അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ മലയാളികൾക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ
ഭാര്യയും ഭർത്താവെന്ന് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്നത് കൂടെയാണ് ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. ദൈവത്തമ്പരാനോട് അടുത്ത പ്രാർത്ഥനയുള്ള വീട്, ദൈവവചന ധ്യാനമുള്ള വീട്, കർത്താവിനെ സെന്ററിൽ വെച്ചിരിക്കുന്ന വീട്, അവരുടെ ബന്ധങ്ങൾ സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ എല്ലാം നാട്ടില് വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്തു ഈ വീടിന്റെ നായകൻ. അത് അവിടെ ഇരിക്കും. കർത്താവിനെ അവിടെ നായകനായിട്ട് വെച്ചേക്കുകയാണ്. എന്നിട്ട് ആ വീട്ടിലോട്ട് ചെന്നാൽ ചില സമയങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ ചെന്നാൽ പുറത്ത് കേൾക്കാം എന്തുവാ ക്രിസ്തുവായിട്ടുള്ള സംഭാഷണം. മനസ്സിലായി? ചിലപ്പോ പാത്രങ്ങളൊക്കെ ക്രിസ്തു നായകനായ വീട്ടിനകത്തുനിന്ന് പാത്രങ്ങളൊക്കെ പറന്ന് പുറത്തേക്ക് വരുന്നത് കാണാം. ഇത് വീടിന്റെ പേരെന്താ? ക്രിസ്തു ഈ വീടിന്റെ നായകൻ. ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്തു സെന്ററിലുള്ള വീട്ടിൽ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ട്. പ്രശ്നമില്ലെന്ന് ആരും പറയുന്നില്ല. ഡിസഗ്രിമെന്റ് ഇല്ലാത്ത കുടുംബമില്ല, ഡിസഗ്രിമെന്റ് ഇല്ലാത്ത വ്യക്തികളില്ല. പക്ഷേ എങ്കിൽ ആ കുടുംബത്തിലെ ഡിസഗ്രിമെന്റ് സോൾവ് ചെയ്യുന്ന ഒരിടമുണ്ട്. അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് കുടുംബ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ ബന്ധം നിർബന്ധമാണ്. ഈ ഇന്റിമസി കീപ്പ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് സ്ലൈഡ്, പ്രോബ്ലി അടുത്ത സ്ലൈഡ് ഇപ്പം പറ്റും. അടുത്ത സ്ലൈഡ് വേഗത്തിൽ പോകട്ടെ. ഈ വൺനെസ്സും ഇന്റിമസി കീപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, വിവാഹ ബന്ധത്തിലേക്ക് കയറുന്ന ആളുകൾ അവരവരുടെ റെസ്പോൺസിബിലിറ്റി പരസ്പരവും അറിഞ്ഞിരിക്കണം. ഒന്ന്, എന്റെ റോൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഭാര്യ ചില വീടുകളിലൊക്കെ പറയും അവരാ മാപ്പിള, അല്ലേ? അവരാ മാപ്പിള. പേരെന്താന്ന് വെച്ചാൽ ഞങ്ങൾ കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ അവരാ മാപ്പിള. ചില വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പം ഇതിന്റെ ഭാര്യയും ഭർത്താവൂടെ ആ വീട്ടിൽ അവരാ മാപ്പിള എന്ന് പറഞ്ഞാൽ അവരാ മാപ്പിള എന്നല്ല, അവരാ മാപ്പിള എന്ന് പറഞ്ഞാൽ മാപ്പിളയുടെ സാധനം ഇപ്പൊ ആരാ എടുത്തേക്കുന്നത്? അവരെടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അവരവരുടെ റെസ്പോൺസിബിലിറ്റി ആരറിയണം, അവരവരറിയണം. ഭാര്യ വേദപുസ്തകത്തിൽ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ രണ്ടുപേരും ഈക്വൽ ആണ്, രണ്ടുപേരും എസൻസിൽ ഒന്നാണ്, രണ്ടുപേർക്കും പേഴ്സണാലിറ്റി സെയിം ആണ്. ഇങ്ങനെ പൊരുതി ലേഖനം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 11, 12 വാക്യങ്ങളുടെ വായിച്ചാൽ എഴുത്തെങ്കിൽ പെട്ടെന്ന് വായിച്ചു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ ദൈവം എന്ന്. ഇത് കേൾക്കുന്നതാ പുരുഷന്മാർക്ക് ഇഷ്ടം. സ്ത്രീയുടെ തല ആരാ പറഞ്ഞേ? പുരുഷൻ. അതുകൊണ്ട് ഏതായാലും ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചപ്പോ ഭാഗ്യം കൊണ്ട്, സഹോദരിമാരുടെ ഭാഗ്യം കൊണ്ട് കാലേന്ന് എല്ലെടുത്തില്ല. കാലേന്ന് എല്ലെടുത്തായിരുന്നെങ്കിൽ ചവിട്ടി തേച്ചേന്. തലേന്നും എല്ലെടുത്തില്ല. തലേന്ന് എല്ലെടുത്തായിരുന്നെങ്കിൽ ചില സഹോദരന്മാര് ചെയ്യുന്ന പോലെ തലയെ കയറ്റി വെച്ചേനെ. പക്ഷെ ദൈവം തമ്പുരാൻ വാരിയല്ല എടുത്ത് സൈഡിൽ എന്ന് പറഞ്ഞാൽ നിന്റെ കൂടി ഈക്വൽ ആയിട്ട് നിൽക്കത്തക്ക നിലയിലാണ്. എന്നാൽ ഫങ്ഷനിങ് വരുമ്പോൾ ഒരു റോളുണ്ട്, ഒരു ഹൈറാർക്കി ഉണ്ട്. വീടിന്റെ ഫങ്ഷനിങ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കി എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിന്റെ തല ദൈവം, പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. അപ്പം അതുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാർക്ക് അത് പുരുഷന്മാർ മുതലാക്കരുത്. വേറെ പുരുഷൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെ പറയുന്നെന്ന് വെച്ചാൽ അടുത്ത വാക്യം മറന്നു പോകരുത്. 11, 12 വാക്യങ്ങളൊക്കെ വായിച്ചാൽ, എന്നാൽ പുരുഷന്മാരെ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. അല്ല, മനസ്സിലായ പറഞ്ഞു? എവരൊന്നും നടക്കേണ്ട, സ്ത്രീ കൂടാതെ നീ ഇല്ലെന്ന്. അതാണ് ദൈവവചനം പറയുന്നത്. പുരുഷനെ കൂടാതെ സ്ത്രീയില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. നമ്മളെല്ലാം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സഹോദരിമാർ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം എന്ന് പത്രോസ് കൃപയാൽ ഒരു കാര്യം ചെയ്തു. നിന്റെ ഭാര്യയെ മാനിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ട്? അപ്പം ഈ കാര്യത്തിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കാര്യമാണ്. സ്ലേവറി സിസ്റ്റം കുടുംബജീവിതത്തിലില്ല. ഇനി ഏതെങ്കിലും സഹോദരന്മാർ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സ്ലേവനെ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ ഇരിക്കുന്നെങ്കിൽ വിഷമിക്കരുത്. ഒരിക്കലെ ഒരു സഹോദരി കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിൽ ചെന്ന ആദ്യത്തെ രാത്രി എല്ലാവരും കൂടെ കൂടിയിരുന്ന്, അമ്മായിപ്പനും അമ്മായിമ്മയും സഹോദരങ്ങളും എല്ലാം കൂടെ കൂടിയിരുന്നപ്പോ ഈ സഹോദരി പറയുക, ഈ ഭവനത്തിലുള്ളവരെ ശ്രദ്ധിക്കാനായിട്ട്, ഞാൻ വന്നതുകൊണ്ട് ഈ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഇതുവരെ നടന്നതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കണം. ഈ വീട്ടിൽ ഞാൻ ഒരു തലവേദനയായിട്ട് വരത്തില്ല.
അപ്പൊ ഈ അമ്മായിപ്പനും അമ്മായിമ്മയൊക്കെ ഞെട്ടിപ്പോയി. എന്താ കൊച്ചെ നീ പറഞ്ഞതിന്റെ ആശയം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ എന്തൊക്കെ ജോലി ആരൊക്കെ ചെയ്യുന്നോ അത് അതുപോലെ അങ്ങ് തുറന്നോണം. ഞാൻ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കരുത്. തുണി കഴുകിയത് ആരാന്ന് വെച്ചാൽ അവര് തുണി കഴുകിക്കൊണ്ടേയിരിക്കണം. ബുക്ക് ചെയ്ത് ആരാന്ന് വെച്ചാൽ ബുക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഞാനിവിടെ വന്നത് നിങ്ങളുടെ മോൻ ചെയ്യുന്നതല്ല ഒക്കുന്നോ അറിയാനാണ്. നിങ്ങൾ ഇതുവരെ ചെയ്യുന്ന ഫംഗ്ഷൻ ഒന്നും ഒരു കുഴപ്പവും ഞാൻ മുഖാന്തരം ഉണ്ടായെന്ന് പറയരുത്. ഇതുവരെ ചെയ്തവരെല്ലാം എന്താ ചെയ്തോണം, അങ്ങനെ തന്നെ ചെയ്തു പോകണം. പിന്നെ ഞാൻ വന്നത് ഇവിടെ നടക്കുന്നതെല്ലാം ഒക്കുന്നോന്ന് അറിയാൻ. ഒരു ഫങ്ഷണൽ റോളിൽ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് തലയായിരിക്കും. എനിക്ക് വേഗത്തിൽ അടുത്ത ഭാഗത്തേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് അടുത്തേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പം അവരവരെ അവരവരുടെ റോളിനെ അറിയണം. ഭാര്യ ഭർത്താവിനെ കർത്താവിനോട് പറഞ്ഞു, ഭർത്താവിന് ഇഷ്ടമുള്ളത് എന്താ, നോയിങ് ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഇഷ്ടമുള്ളത് എന്താ, ഇഷ്ടമില്ലാത്തത് എന്താ, അവന്റെ വിജയം എന്താ, അവൻ ആഗ്രഹിക്കുന്നത് എന്താ, അല്ലെങ്കിൽ അവളെ ആഗ്രഹിക്കുന്നത് എന്താ, മുറിവേൽപ്പിക്കുന്നത് എന്താ, അവളെ ഹീൽ ചെയ്യുന്നത് എന്താ, അല്ലെ അവനെ ഹീൽ ചെയ്യുന്നത് എന്താ, ഈ വിവരങ്ങളെല്ലാം ആരറിഞ്ഞിരിക്കണം? പാർട്ട്നേഴ്സ് അറിഞ്ഞിരിക്കണം. അറിയുന്നത് മുറിവേൽപ്പിക്കുന്നത് എന്താന്ന് അറിഞ്ഞിട്ട് ശരിക്കും മുറിവേൽപ്പിക്കാനല്ല, ആ മുറിവേൽപ്പിക്കാതിരിക്കാൻ. ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നത് എന്താണെന്ന് അറിയാമോ? നല്ല ഫ്രണ്ടിന് അറിയാം, നല്ല സ്നേഹിതന് അറിയാം ഒരാളെ സന്തോഷിപ്പിക്കുന്ന മാത്രമല്ല തന്റെ സ്നേഹിതനെ മുറിവേൽപ്പിക്കുന്ന എന്താണെന്നും നല്ല സ്നേഹിതൻ അറിയാം. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ പാർട്ട്ണറുടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ ജീവിത പങ്കാളിയുടെ സ്നേഹവും അവൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഒരു ഇന്നർ വേൾഡിനെ നമ്മൾ അറിയാനായിട്ട് തയ്യാറായിരിക്കണം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത ഭാഗം ഒരല്പം വിശദീകരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുക. ദൈവദാസൻ അതിൽ നിന്ന് തൊട്ടു. ഒന്ന്, ഒരു കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരം അവരവരുടെ റോൾ എന്താണെന്ന് അവരറിയുകയും അതനുസരിച്ച് പരസ്പരം അറിയുകയും ചെയ്തു കഴിയുമ്പോൾ അത് ഒന്നാമത്തെ ഫാക്ടറായി മാറ്റപ്പെടുന്നു. രണ്ടാമത് ദൈവദാസനോട് പറഞ്ഞു, ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ, ആരോഗ്യപരമായ കമ്മ്യൂണിക്കേഷൻ. അത് വളരെ പൂറാണ് നമ്മൾ മലയാളികൾക്ക് ഈവനൊരു സോറി എന്ന് പറയുന്ന അറിയത്തില്ല. അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളാണ് താങ്ക് യു ആൻഡ് സോറി എന്ന് പറഞ്ഞാൽ. ഒരു പേപ്പർ ഒരാൾ എടുത്തു കൊടുത്താൽ ആൾ എന്താ പറഞ്ഞിരിക്കും? താങ്ക്സ്. അത് കേൾക്കാത്ത ഒരിടവും നടക്കില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് കാലം നിറയെ തട്ടിപ്പോയാൽ സോറി സോറി. എന്തെങ്കിലും ഒരു വാക്ക് അറിയാതെ ഒന്ന് നോക്കിപ്പോയാൽ സോറി, അല്ലേ? ഇത് രണ്ടും നമ്മളിൽ വളരെ കുറവാണ്, മലയാളികൾ വളരെ കുറവാണ്. ഇത് രണ്ടും കൊണ്ട് അവിടെ അമേരിക്കക്കാർ ജയിക്കുന്നത് പോലും നിൽക്കുന്നത് പോലും. കാരണം എന്തെങ്കിലും പറ്റിയ ഉടനെ സോറി എന്ന് പറഞ്ഞേക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ എന്തോ താങ്ക്സ് എന്ന് പറയും. നമ്മളങ്ങനെ നാട്ടുകാരോട് മുഴുവൻ ഇത് പറയും, വീട്ടുകാരോട് ഇത് പറയും. ശരിയല്ലേ പറഞ്ഞു? നാട്ടുകാരോടെല്ലാം നമ്മളെന്തോ പറയും? താങ്ക്സ് പറയും, സോറി പറയണേ പറയും. പക്ഷെ വീട്ടിൽ എന്തോ ചെയ്തിട്ട് മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കും. പുരുഷന്മാർ ഇച്ചിരി കെമേലൊക്കെ അത് പറഞ്ഞു പോയാൽ പോയി അവള് തലയിൽ കയറുന്നുള്ള ഒരു മട്ടിലായി നിപ്പ്. പക്ഷേ താങ്ക്സും സോറിയും അനുഗ്രഹിക്കപ്പെട്ട രണ്ട് വാക്കുകളാണ്. അത് അതിൻ്റെതായ നിലയിൽ ഉപയോഗിച്ചാൽ നടക്കുന്ന പ്രശ്നം. ആശയവിനിമയം നടത്തിയില്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഡിപ്പോസിറ്റ് ചെയ്യും. നമ്മൾ ബാങ്കിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. എന്തിനാ പറഞ്ഞേ? ആവശ്യമുള്ളപ്പോൾ അല്ലയോ? ബാങ്കിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ എടുക്കാൻ എന്ന് പറയുന്ന പോലെയാണ് നമ്മളിപ്പോ നമ്മുടെ ഭാര്യയോട് ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല, പറഞ്ഞ അവർക്ക് എന്ത് തോന്നുന്നു പറഞ്ഞ് മനസ്സിൽ രണ്ടാമത്തെ പ്രാവശ്യവും മനസ്സിൽ ഇത് വെച്ചോണ്ടിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം മനസ്സിൽ വെച്ചു. നാലാമത്തെ പ്രാവശ്യം വരുമ്പോ ബോംബ് പൊട്ടുന്നോലെ പൊട്ടും. മനസ്സിലായി പറഞ്ഞു? ഇത് ആശയവിനിമയം നടത്താതിരുന്നാൽ സമയം വരുമ്പോ ബോംബ് പൊട്ടും. അതുകൊണ്ട് ആദ്യം മുതലേ ആശയവിനിമയം നടത്തിയ നീ എങ്ങനെ നടത്തുന്നതെന്ന് ഞാൻ പറയാം, എങ്ങനെ നടത്തുന്നതെന്ന് പറയാം. നമ്മുടെ ശൈലിയെ പറ്റി കൂടെ ഞാൻ താഴോട്ട് വരുമ്പോൾ പറയാം. നല്ല ആശയവിനിമയം നടത്താൻ മതി. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ അറിയിച്ചിരിക്കണം, ആദ്യമേ അറിയിച്ചിരിക്കണം. ഇതിങ്ങനെ കൂട്ടി 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 വെച്ച് നീ കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്, 6 മാസമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് തുടങ്ങിയ പരിപാടി എന്താ വെച്ചാൽ അന്നേരം പറയാൻ നിനക്ക് എന്തോ തോന്നുന്നു
ഞാൻ മിണ്ടാതിരുന്നതാ. ഇപ്പൊ പറഞ്ഞത് ശക്തി കൂടിയില്ലേ? കാരണം ഇത്ര എണ്ണം കൂട്ടിയിട്ട് പറയുന്ന പരിപാടിയല്ലേ ശക്തി കൂടി. അന്നേരം പറഞ്ഞായിരുന്നെങ്കിൽ ശക്തി കുറയ്ക്കാമായിരുന്നു, മാത്രമല്ല ആ കുടുംബ ജീവിതം സേവ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പോഴ് 6 മാസം കൊണ്ട് നോക്കിയിരുന്ന് പൊട്ടിയിലായതുകൊണ്ട് ആ കുടുംബം തകർത്തേ മാറത്തുള്ളൂ. അതുകൊണ്ട് പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കണം. അത് കൂട്ടിയിട്ട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശക്തി കൂടും, അത് പ്രയാസമായിട്ട് മാറും. അതുകൊണ്ട് ഹെൽത്തി കമ്മ്യൂണിറ്റി, നല്ല ആശയവിനിമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ ഫിസിക്കൽ നീഡ് ആണെങ്കിൽ ഫിസിക്കൽ നീഡ് പറയണം, ഇമോഷണൽ നീഡ് ആണെങ്കിൽ ഇമോഷണൽ നീഡ് പറയണം. അത് ഇന്നാർക്കെന്തോ തോന്നുമെന്ന് വിചാരിച്ച് പറയാതിരിക്കരുത്. ഒരു കുടുംബ ജീവിതത്തിൽ പറയേണ്ടതൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ പറഞ്ഞിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ, വേഗത്തിൽ പോകണമല്ലോ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയാൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വ്യത്യാസമാണെന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരും അറിഞ്ഞിരിക്കണം അല്ലെ? സൈക്കോളജി പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതൊക്കെ അറിയാം. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വ്യത്യാസമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് അവരുടെ ഫീലിങ്സിനെ അവർ പ്രോസസ് ചെയ്യും. അവർക്ക് ഒരു ഫീലിംഗ് ഉണ്ടായാൽ അന്നേരം പൊട്ടിത്തെറിക്കാതെ അത് പ്രോസസ് ചെയ്ത് അവർ ഇന്റേണലി ആണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇതിനെല്ലാം അകത്താണ് എന്ത് ചെയ്യുന്നത്? വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുപോലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ തോട്ട്സിനെയാണ്, അവളുടെ ചിന്താഗതി എന്ത് ചെയ്യുന്നത്? ഫീലിംഗും തോട്ടും തമ്മിൽ വ്യത്യാസമാണ് അല്ലെ? നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഫീലിംഗും തോട്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും. ഈ ചിന്തയാണ് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നത്. പറഞ്ഞ് മനസ്സിലായി? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കൊച്ചു സ്കൂളിൽ നിന്ന് ലേറ്റ് ആയിട്ട് വന്നപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നു, അവൻ മനഃപൂർവ്വം എവിടെ വട്ട് കളിക്കാൻ പോയതാണ് എന്ന ചിന്ത വന്നെങ്കിൽ നമ്മുടെ ഫീലിംഗ് എന്തായിരിക്കും? അവനൊരു ദേഷ്യം തോന്നും അല്ലെ? ആ ദേഷ്യത്തിൽ വെച്ച് കൊണ്ടാ നമ്മൾ അവനോട് പെരുമാറും. ഒന്നുകിൽ ചൂടാവും, ഷൗട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന ഉടനെ 2 കുട്ടിയിൽ കൊടുക്കും. അതേസമയം ചിന്ത ഇതാന്ന് കൂട്ടിക്കും, അയ്യോ കൊച്ചന്റെ ബസ് ലേറ്റ് ആയി കൊടുക്കാം, അല്ലെ അവന്റെ ട്യൂഷൻ മാസ്റ്റർ ഇച്ചിരിയുടെ സമയം എടുക്കും. ഇതാ ചിന്തയെങ്കിൽ നമ്മുടെ ഫീലിംഗ് എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ്. പലപ്പോഴും നമ്മുടെയൊക്കെ ഈ കുടുംബ ജീവിതങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് ആവശ്യമില്ലാത്ത ചിന്ത ആദ്യം കയറി വരും. അതിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല. ഈ ശ്രമിക്കാറില്ലാത്തത് കൊണ്ട് ആ നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഈ നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് വന്നാൽ ആക്ഷൻ നെഗറ്റീവായിരിക്കും. ഇതൊരു കോമൺ പ്രിൻസിപ്പിളാണ്. എന്തുവാ? an event produces a thought produces a feeling, and feeling produces an action. If the thought is positive, feeling is positive. If feeling is positive, action is positive. അതായത് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രിൻസിപ്പിളാണ് കേട്ടോ. എല്ലാ റിലേഷൻഷിപ്പിലും, കുടുംബ ബന്ധത്തിൽ മാത്രമല്ല, എല്ലാ റിലേഷൻഷിപ്പിലും അറിഞ്ഞിരിക്കണം. ഒരു സംഭവം ഒരിടത്ത് ഉണ്ടായാൽ ഒരു ചിന്ത ഉള്ളിലുണ്ടാകും. ആ ചിന്ത നെഗറ്റീവ് ആണെങ്കിൽ ഫീലിംഗും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഫീലിംഗ് നെഗറ്റീവ് ആണെങ്കിൽ ആക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. അതേസമയം ചിന്ത പോസിറ്റീവ് ആണെങ്കിൽ ഫീലിംഗ് പോസിറ്റീവ് ആയിരിക്കും. ഫീലിംഗ് പോസിറ്റീവ് ആണെങ്കിൽ ആക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, ഞാനൊരു കൗൺസിലർ കൂടാണ് കേട്ടോ. ഇതിപ്പോ പറഞ്ഞു വിട്ടപ്പോ ഇങ്ങനെ വിട്ടു. പക്ഷെ ഇത് ഈ ഒരു പരുവത്തിൽ ആളുകളെ ഒന്ന് എത്തിച്ചിട്ട് വിടാനായിട്ട് കുറഞ്ഞതൊരു 16 സെഷനെങ്കിലും ഇരിക്കും. മനസ്സിലായി? പറഞ്ഞു വിടാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ പ്രശ്നമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ വരുമ്പോൾ പ്രസംഗിച്ച് ഇത് ടീച്ച് ചെയ്ത് വിടാൻ വളരെ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണെങ്കിലും നമ്മൾ ഇതിന്റെ ഓരോ സ്റ്റെപ്പിലെങ്കിലും ഒന്ന് എത്തിച്ചേരാനായിട്ട് എവരുമായിട്ട് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തെങ്കിൽ എത്രമാത്രം എക്സസൈസും ഹോംവർക്കുകളും ജേണൽ റൈറ്റിംഗും ഒക്കെ കൊടുത്താണ് ഈ ഒരു പരുവത്തിലേക്ക് ഈ ചിന്തയെ ഒന്ന് കറക്റ്റ് ചെയ്ത് വിടുന്നതെന്ന് അറിയാമോ? അങ്ങനെ കറക്റ്റ് ചെയ്ത് കുടുംബ ബന്ധങ്ങൾ സേവ് ചെയ്യാൻ കർത്താവിന്റെ കൃപ ചെയ്തിട്ടുണ്ട്. കാരണം ചിന്തകളെ, ഭാര്യ ഒരാൾക്ക് ഫോൺ ചെയ്ത ഉടനെ ആദ്യം മനസ്സിലോട്ട് വരുന്ന ചിന്ത ഇതാന്ന് കൂട്ടിക്കോ, അവന്റെ പഴയ കൂട്ടുകാരനിട്ട് ഫോൺ ചെയ്യുക എന്ന ചിന്തയെങ്കിൽ നമ്മുടെ ഫീലിംഗ് എന്തായിരിക്കും? അല്ലെ? ഒരു ദേഷ്യം ഇത് കൂട്ടി വെച്ച് 2-3 പ്രാവശ്യം പുള്ളിക്കാരി ഫോൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാം ഈ ദേഷ്യമെല്ലാം കൂടെ തീർത്ത ഫോണും വാങ്ങിച്ച് തറയിലോട്ട് എറി ഒരു ബഹളവും, പിന്നെ ചാപ്പാട് തരുന്നത് ഇഷ്ടപ്പെടത്തില്ല പറയും. അതേസമയം ആ ചിന്തയെ ഒന്ന് കറക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ തയ്യാറായാൽ അതിനെ എന്തായിട്ട് കൊണ്ടുവരാം? ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ഡിസ്ട്രക്റ്റീവായി ഇതുപോലെ ഇതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ പുരുഷന്മാരാരെങ്കിലും വീട്ടിൽ വന്ന് കയറുമ്പോൾ
വീട്ടിലോട്ട് വന്ന് കയറും. സാധാരണ വരുന്ന മൂഡിലല്ല വരുന്നത്, മുഖം ഒന്ന് വാടിയിരിക്കും. ഈ പെണ്ണുങ്ങൾക്ക് അന്നേരം അറിയണം എന്താ പ്രശ്നം, അന്നേരം അറിയണം എന്താ പ്രശ്നം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അറിയത്തില്ല. അവർക്ക് വേണ്ടുന്ന അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അന്നേരം കുറച്ച് നേരത്തേക്ക് ഒറ്റയ്ക്കിരിക്കണം. ഇതാ പുരുഷന്മാരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അവരേതെങ്കിലും പ്രതിസന്ധിയിൽ വലിയ ടെൻഷനുമായിട്ട് വരികയാണെങ്കിൽ ഓടി വന്ന് ഭാര്യയോട് ഷെയർ ചെയ്യാൻ തയ്യാറാകത്തില്ല. അവരാദ്യം ചെയ്യുന്നത് അവരിങ്ങോട്ട് വന്നു, റൂമിലേക്ക് കയറി കഥ ഇവിടെ കൊച്ചമ്മ പൊട്ടിക്കും. എന്താ നിങ്ങൾക്ക് പറ്റിയത്, എന്താ നിങ്ങൾക്ക് പറ്റിയത്, എന്നോട് പറയാൻ പറ്റും. ദേഷ്യം വന്നിരിക്കുക, അതിന്റെ കൂട്ടത്തിൽ എന്നോട് പറയാൻ പറ്റത്തില്ലയോ, ഇപ്പൊ ഒന്ന് പറ. ഇതൊക്കെ കൊണ്ട് പറയുമ്പോഴത്തേക്ക് മറ്റേ ദേഷ്യം കൂടെ തീർത്തിട്ട് ആരുടെ മേലെ സഹോദരന്മാർക്ക് ഒരു കുറുക്ക് വഴിയാ പറഞ്ഞുതരാം. വെളിയിൽ നിന്ന് കയറി വരുന്ന ഭർത്താവ് ഇച്ചിരി ദേഷ്യപ്പെട്ടൊക്കെ വരുന്നെന്ന് തോന്നിയ ഒരു ചൂടുവെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്നെങ്കിൽ കുടിച്ചോ. ഇനി ആ പുള്ളി റൂമിലോട്ട് കാണാൻ കയറി കഥ അടച്ചെങ്കിൽ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അവിടെ ഇട്ട് കൊട്ടണ്ട. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇനി ഇറങ്ങി വരും. ഇനി ഇറങ്ങി വരുമ്പോ അതേസമയം സഹോദരിമാര് എങ്ങനെയാണെന്നറിയോ, ബോസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ വീട്ടിൽ വന്ന് ആദ്യം വന്ന് ഭർത്താവിനോട് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഭർത്താവിനെ കേൾക്കാൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്. സ്ത്രീകളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവരവരുടെ തോട്ട്സിനെ പ്രോസസ് ചെയ്ത് എക്സ്റ്റേണലി ആണ് അവരത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരിമാർ മിക്കവാറും ഒക്കെ ഒന്ന് ഏറ്റവും അടുത്തുള്ള ഒരാളോട് ഭർത്താവിനോട് എന്ത് ചെയ്യുക, ഈ കാര്യം ഷെയർ ചെയ്യണം. അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭർത്താവ് അത് കേൾക്കുന്നെങ്കിൽ, ലിസൺ ചെയ്യുന്നെങ്കിൽ, ആശ്വസിപ്പിക്കുന്നെങ്കിൽ അവരുടെ പ്രയാസം മാറിക്കിട്ടും. അതേസമയം ഭർത്താക്കന്മാർക്ക് അതല്ല ആവശ്യം. ഭർത്താക്കന്മാർക്ക് വേണ്ടുന്നത് അല്പസമയം ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നിയാൽ ആ ഒറ്റയ്ക്ക് അങ്ങ് വിട്ടേക്കണം. അവരുടെ പുറകെ നടന്ന് ചൊറിഞ്ഞോണ്ട് നടക്കരുത്, ഇത് അറിഞ്ഞേ തീരുമെന്ന് പറഞ്ഞ് നടക്കരുത്. അങ്ങനെ നടന്നാൽ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. ആ പൊട്ടിത്തെറിക്ക് സാധ്യത ഇല്ലാതിരിക്കേണ്ടതിന് അവരെ തന്നെ അങ്ങ് വിട്ടേരെ. വിഷയം എന്തോ ആയിക്കോട്ടെ, കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കൂളായി കഴിയുമ്പോൾ, ഒരു ചൂടുവെള്ളം കുടിച്ചു കഴിയുമ്പോൾ, അല്ലെ തണുത്ത വെള്ളം കുടിച്ചു കഴിയുമ്പോൾ പെതുക്കെ ഇത് പുള്ളിയുടെ വായിൽ തന്നെ വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തു. ധൃതിക്ക് പിടിക്കേണ്ടുന്ന കാര്യം ഇല്ല. ഇത് ആ ഒരു ശൈലി. അത് ഞാൻ മുഴുവൻ ടൈം എടുത്ത് ഈ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്ലാസ് ഞാൻ 5 ദിവസം എടുത്തു, 1.5 മണിക്കൂർ വെച്ച് എന്റെ ചർച്ചയിൽ തീർക്കാനായിട്ട്. അതാണ് ഞാൻ ഈ വേഗത്തിൽ പോകാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് അടുത്ത 10-20 നിമിഷം കൊണ്ട് അൺഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസിനെ ഒന്ന് തൊടാനായിട്ട് ആഗ്രഹിക്കും. നമ്മുടെ കുടുംബ ജീവിതത്തിലെ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന അനാരോഗ്യപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. Go to next slide. Probably അടുത്ത സ്ലൈഡ് സമയം അടുത്ത സ്ലൈഡ്. Go unhealthy destructive communication style. അത് തന്നെ പ്രീവിയസ് വൺ മുമ്പെടുത്തത് അതിന് മുന്നേ ഇല്ലേ ഉണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ള ഡിസ്ട്രക്റ്റീവ് അൺഹെൽത്തി കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ഇത് കുടുംബ ജീവിതത്തിൽ തകർന്നു. ഒന്നാമത്തെ അൺഹെൽത്തി കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്താണെന്ന് അറിയാമോ? ഇത് മലയാളികളുടെ ഇടയിൽ സ്ഥിരമുള്ളതാണ്. എന്താണെന്ന് അറിയാമോ? ക്രിറ്റിസിസം, വിമർശനം. അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും. ഇത്ര ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിക്കും എന്റെ പാസ്റ്ററെ തെറ്റൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, പാസ്റ്ററല്ലേ പറഞ്ഞ തെറ്റ് ആദ്യം എന്ത് ചെയ്യണമെന്ന് പറയണോ? നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ, വിമർശിക്കാൻ. അപ്പൊ ക്രിറ്റിസിസം ഒരു ഡിസ്ട്രക്റ്റീവ് സ്റ്റൈലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അറിയാമോ? അടുത്ത ആളിനെ പറ്റി ജഡ്ജ്മെന്റ്, മുൻവിധി, വിധി പുറപ്പെടുവിക്കുക. എന്നാൽ ക്രിറ്റിസിസവും കംപ്ലൈന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. കംപ്ലൈന്റുകൾ ഹെൽത്തിയാണ്, ക്രിറ്റിസിസം ഹെൽത്തിയാണ്. മനസ്സിലായി? അടുത്ത സ്ലൈഡിൽ പോയി ഈ വാക്യെടുക്കാൻ വേഗത ഉണ്ടെങ്കിൽ സദൃശവാക്യം 12:8 സദൃശവാക്യം 12:8 ക്രിറ്റിസിസം എന്താണെന്നാണ് പറയുന്നത്? മനുഷ്യൻ തന്റെ ബുദ്ധിക്കൊത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു. മനുഷ്യൻ തന്റെ ബുദ്ധിക്കൊത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു. അടുത്തത് വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. 12:8 വാക്യം അടുത്ത വാക്യം വായിച്ചു. മാന്യഭാവം നടിച്ചിട്ടും 18 വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്ന ഇതാ ക്രിറ്റിസിസം. കുടുംബ ജീവിതത്തിലെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഒരു വാചകം പറഞ്ഞാൽ മതി, നല്ല മൂർച്ചയുള്ള വാള് പോലും മാറി നിൽക്കും. വിളിക്കുന്ന വിളി എന്ന് പറഞ്ഞാൽ അപ്പം തൊട്ടെങ്കിൽ താഴോട്ട് വിളിക്കും. എന്റെ അല്ലേ അപ്പം തൊട്ടെങ്കിൽ താഴോട്ട് വിളിക്കും എന്ന് പറഞ്ഞാൽ കഴുത്ത് ജീവനോട് അറക്കുന്നതിന് പോലെയാണ് ചില വാക്കുകളൊക്കെ അങ്ങോട്ട് മനഃപൂർവ്വം കൊടുത്തു വിടുന്നത്. ഇത് ആ ഒരു സഹോദരിയുടെ സഹോദരന്റെ
സ്വഭാവത്തെ മുഴുവൻ നശിപ്പിക്കത്തക്ക നിലയിലാണ് വാക്കുകൾ പറയുന്നത്. കംപ്ലൈന്റും ക്രിറ്റിസിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞാൽ എന്താ കംപ്ലൈന്റ്? ഈ കംപ്ലൈന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ ക്രിറ്റിസിസം ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ ആ വ്യക്തിയുടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ പറഞ്ഞ് ആളിനെ എന്ത് ചെയ്യുക, ജഡ്ജ് ചെയ്യുക. ഈ കംപ്ലൈന്റിന്റെ പ്രത്യേകത ഇത് അടുത്ത സ്ലൈഡിലോട്ട് പോയി എക്സാമ്പിൾ കാണുമ്പോൾ അത് പറഞ്ഞു കൊടുക്കും, കാരണം വിശദീകരിക്കാൻ സമയമില്ല. അമേരിക്കൻ കോണ്ടക്സ്റ്റിൽ ഞാൻ ഇത് ഇട്ടേക്കുന്നത്. ഭാര്യയ്ക്കും ഭർത്താവിനും കാറുണ്ട്. അവർ രണ്ടുപേരുടെ കാർ മിക്കവരൊക്കെ എൻ്റെ ഭാര്യയാണെങ്കിൽ ഗ്യാസും ഒക്കെ തീർന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പെട്രോൾ തീരുന്ന സമയത്ത് ആ വണ്ടി ചിലപ്പോൾ എൻ്റെ വൈകിട്ട് തന്നു വിടും. ഇന്ന് ശായിച്ചാൽ ഈ വണ്ടി കൊണ്ടുപോകും വലിയ സ്നേഹത്തിന്. എന്നിട്ട് ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പറയാം തിരിച്ചു വരുമ്പോൾ ഗ്യാസും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് വരണേ. ഏതാ നാളെ ജോലിക്ക് പോകാനായിട്ട് ഇതിനകത്ത് ഗ്യാസും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, വണ്ടി കൊണ്ട് കൊടുക്കാൻ. സ്നേഹത്തേക്കാൾ അപ്പുറത്ത് ഗ്യാസ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പം ഗ്യാസ് ഫില്ല് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞു വിട്ടു. നമ്മൾ ഈ ശുശ്രൂഷയുടെ തിരക്കിൽ മറന്നു എല്ലാം കൂടെ വെറുതെ പിടിച്ചിട്ടൊക്കെ ചെയ്ത് വണ്ടി നേരെ കൊണ്ടുവന്ന് ഗരാജിനകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്തു. പുള്ളിക്കാരി ഗ്യാസ് അടിച്ചോ? ഇല്ല. കംപ്ലൈന്റ് ആണെങ്കിൽ എന്തോ അറിയാം, കംപ്ലൈന്റ് ആണെങ്കിൽ പറയും ഏതായാലും അതിനകത്ത് ഒട്ടും ഗ്യാസ് ഇല്ലായിരുന്നു, ആ ഗ്യാസ് ഒന്നും നിറയ്ക്കേണ്ടതായിരുന്നു, അത്യാവശ്യമായിരുന്നു എന്ന് പറയുന്ന ആ പറച്ചിൽ കേട്ടാൽ തന്നെ തോന്നും ഈ വന്ന ഞാൻ ഗരാജിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി അതിനായിട്ട് പോയി പെട്രോൾ നിറച്ചുകൊണ്ടിരുന്നു. അതേസമയം ക്രിറ്റിസിസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നിങ്ങളല്ലേലും ഒരു കാര്യം ഓർക്കത്തില്ല, ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതാ ഇതിന് ടാങ്ക് ഒന്ന് നിറയ്ക്കണോ അല്ലേ, പറഞ്ഞത് ഒരു പ്രാവശ്യം. പക്ഷെ ക്രിറ്റിസിസത്തിന്റെ പ്രത്യേകത എന്താ? എത്ര പ്രാവശ്യം പറഞ്ഞു? നിങ്ങളോട് 1000 പ്രാവശ്യം പറഞ്ഞതാ. എന്ത്? ഈ കംപ്ലൈന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹത്തോടെ പറയുകയാണ്. എന്താ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വാസ്തവത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗ്യാസ് നിറയ്ക്കാൻ വന്നത്, എനിക്ക് നാളെ ജോലിക്ക് പോകേണ്ടതാണ്, അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നിറച്ചില്ലല്ലോ എന്നൊരു കംപ്ലൈന്റ് പറയുന്നത്. വിമർശനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നിങ്ങളോട് 1000 എന്ന് പറഞ്ഞ ഈ പുള്ളിയുടെ സ്ഥിരം സ്വഭാവമാണെന്ന് ഒറ്റ സഹോദരിമാരിൽ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. സഹോദരന്മാരും കേട്ടിട്ടുണ്ട് സഹോദരിമാരോട് പറയുന്നത് അല്ലേ നിനക്കുള്ള സ്വഭാവമായി. ഏതാ? നിന്റെ സഹോദരിയെ പോലെ നല്ല സഹോദരി വേറെ ഒന്നുമില്ല. എന്നിട്ട് ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് പറയുന്നതാ. എന്ത്? എന്റെ ഈ വീട്ടില് ഞങ്ങള് വൈഫ് ജോലി ചെയ്യുന്നുണ്ട്, ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് വൃത്തികേടായിട്ട് അടുക്കളയിൽ കിടപ്പുണ്ടെങ്കിൽ ഞാൻ എന്റെ പിള്ളേരോട് പറയും, പിള്ളേരോടില്ലേ ഞാൻ തന്നെ ചെയ്യും, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി. എനിക്കൊരാഗ്രഹമുണ്ട്, വൈഫ് ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുന്ന സമയത്ത്, അടുക്കളയിലോട്ട് കയറുന്ന സമയത്ത് ഈ ജോലിയുടെ എല്ലാം അമേരിക്കയിലെ ജോലിയല്ലേ, രാവിലെ പോയാൽ 1 മിനിറ്റ് നിൽക്കാതെ ജോലിയെല്ലാം ചെയ്ത് വൈകിട്ട് ഇങ്ങോട്ട് വന്ന് കയറുമ്പോൾ ഈ പാത്രങ്ങളെല്ലാം കൂടെ പന്നലായിട്ട് അടുക്കളയിൽ കടന്ന് അതിനും കൂടെ ദേഷ്യം പിടിപ്പിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പാസ്റ്റർ ആണെങ്കിലും പിള്ളേർ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വളരെ വളരെ ക്ലീൻ ആയിട്ട് പുള്ളിക്കാരി കയറി വരുമ്പോ ഒരു മനസമാധാനത്തോടെ കയറി വരത്തക്ക നിലയിൽ ഞാനിനി തുറന്ന് പറയാൻ വേറാരോട് പറയില്ല. നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ വേറാരോട് പറയും, ഒക്കുന്നെങ്കിൽ ഒരു നല്ല ചായ ഇട്ട് അവിടെ റെഡിയാക്കി വെച്ചിരിക്കും. ഒന്നുകിൽ എന്റെ കൊച്ചൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും. അതേസമയം ചില സമയത്തുണ്ട് കേട്ടോ, ഇതിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയം നമ്മൾ ഈ പകൽ ശുശ്രൂഷയെ കഴിയുമ്പോൾ ഒരു പ്ലേറ്റ് അവിടെ കിടക്കുമ്പോൾ ചിലപ്പോൾ പറയും അല്ലേ ശായിച്ചാൽ ഇങ്ങനെയാണ്, ഈ പാത്രം ഒന്നും ക്ലീൻ ചെയ്ത് വെക്കത്തില്ലെന്ന് പറയുമ്പോ എന്താ നമുക്ക് വരുന്ന മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് എന്നെ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകത്തില്ലല്ലോ. ഇപ്പൊ ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം അല്ലേ നിങ്ങൾ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവത്തെ അല്ലേ ബാധിക്കുന്നത്? പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഒന്ന് മാറ്റാമെങ്കിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ പറയുന്ന കാര്യം തന്നെ ആ സ്റ്റൈൽ ഒന്ന് മാറ്റിയാൽ മതി. വിമർശിച്ച് പറയുന്നതും അല്ലാത്തതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളൊരു സഹോദരനുണ്ട്, നമ്മുടെ റിലേഷൻ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളിനോടായിക്കോട്ടെ, നമ്മുടെ ബോസിനോടായിക്കോട്ടെ, നമ്മൾ വിമർശിച്ച് പറയുന്നതും പിന്നെ സ്നേഹത്തോടെ പറയുന്നതും തമ്മിൽ ഒരാളെ കൂട്ടുകാരെല്ലാം കൂടെ വീട്ടിലോട്ട് വിളിച്ചു ഭക്ഷണത്തിന്, ഭാര്യയോട് പറഞ്ഞില്ല. ഭാര്യയാണെങ്കിൽ വീട്ടിൽ വലിയ കാര്യത്തിൽ കുത്തിയിരിക്കുക. ഇന്ന് വൈകിട്ട് പിള്ളേർക്ക് അവധി, എനിക്ക് അവധിയായിരുന്നു. അച്ഛൻ വന്നാൽ ഉടനെ നമുക്ക് ഇന്ന് പുറത്ത് റെസ്റ്റോറൻറ്റിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് കാത്തിരുന്നപ്പോൾ പുള്ളിക്കാരൻ വീട്ടിലോട്ട് വന്ന് കയറിയ ഉടനെ
എന്താ ചെയ്തെന്ന് അറിയാം? പറഞ്ഞു ഇന്ന് എന്റെ 2-3 ഫ്രണ്ട്സ് വീട്ടിലോട്ട് വരുന്നുണ്ട്, നീ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണേന്ന് പറഞ്ഞു. ഏത് ഭാര്യയ്ക്ക് ദേഷ്യം വരാതെ ഇങ്ങനെ കാത്തിരുന്ന ഓരോ അവധി കിട്ടിയത് പുറത്തൊന്ന് പോകാനായിട്ട് കാത്തിരുന്നതാണ്. അപ്പോഴാ വന്ന് പറഞ്ഞേക്കും 2-3 കൂട്ടുകാരെ ഇവിടത്തേക്ക് വരുന്നു, വീട്ടിലോട്ട് വരും. 2 നിലയിൽ ഭാര്യയ്ക്ക് പ്രതികരിക്കാം. ഒന്ന്, ഈ അച്ഛൻ ചെയ്തത് തെറ്റാണെന്ന് പുള്ളിയെ കറക്റ്റ് ചെയ്യാം. അച്ഛനോട് പറയാം, അച്ഛാ ഇങ്ങനെ ഞാൻ കാത്തിരുന്നതാ, അങ്ങനെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ എന്നോട് കൂടെ ഒന്ന് ചോദിക്കാമായിരുന്നു എന്ന് പറയാം. ആ സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ആള് ചെയ്യത്തില്ല. അതേസമയം ഈ ചില ഭാര്യമാരുണ്ട്, ഈ അച്ഛൻ ആളിനെ ഇൻവൈറ്റ് ചെയ്തെന്നും പറഞ്ഞ് അച്ഛന്റെ തലയിൽ കയറും. എന്താണെന്നറിയാമോ? നിങ്ങൾക്കല്ലേലും നിങ്ങളുടെ കൂട്ടുകാരൻ എന്നേക്കാൾ വലുത്. ഭാര്യയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഭർത്താവ് ഹൃദയത്തിൽ സ്നേഹമേ ഉള്ളൂ. കർത്താവിന്റെ ദാസനോട് പറഞ്ഞ പോലെ ഈ പുരുഷന്മാർക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. ഈ മലയാളി പുരുഷന്മാർക്ക് സ്നേഹം ഇതിങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കും. ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെങ്കിൽ അമേരിക്കക്കാർ പറയുന്ന പോലെ ഹണി എന്നും സീനോ ഹണി എന്നൊക്കെ വിളിച്ചും ഐ ലവ് യു ഒക്കെ പറഞ്ഞ് എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ നമ്മൾ മലയാളികൾക്ക് അമേരിക്കയിൽ ജീവിച്ച പോലും പാടാണ്. പിന്നെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ചിലപ്പോഴൊക്കെ ഇതൊക്കെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഉള്ളിൽ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ സ്നേഹിച്ചു നിൽക്കുന്ന ഭർത്താവിനോട് പറയുക, നിങ്ങൾക്കല്ലേലും നിങ്ങളുടെ കൂട്ടുകാരൻ എന്നേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ, അല്ലെ നിങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ ഏറ്റവും താഴെയാന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഒരേ കാര്യം തന്നെ പറയാം സ്നേഹത്തോടെ, അതേസമയം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യാം, അത് പറയാനായിട്ട് സാധിക്കും. വിമർശനങ്ങൾ കുടുംബജീവിതത്തെ തകർക്കും, അതേസമയം കംപ്ലൈന്റുകൾ ഹെൽത്തിയായി മാറ്റപ്പെടും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അടുത്തതിലേക്ക് പോയാൽ പെട്ടെന്ന് അടുത്ത എസ്കലേഷൻ. എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങും, വലിയ കാര്യത്തിൽ അവസാനിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, വീട്ടിലെ ഒരു സഹോദരൻ ബാത്റൂമിൽ കയറിയപ്പോൾ കോൾഗേറ്റിന്റെ പേസ്റ്റ്, ഞാൻ അടുത്ത കൊണ്ടുപോകുന്ന എക്സാമ്പിൾ, ഇതൊന്നും പറയാൻ സമയമില്ല, എക്സാമ്പിളിലേക്ക് പോയാൽ അപ്പം അവിടെ ഞാൻ മാർക്കെന്നും മാർക്കി എന്നും 2 പേരങ്ങിട്ടെന്നുള്ളതുള്ളൂ. മാർക്കറിയല്ല, മാർക്കി. അപ്പം മാർക്ക് പുരുഷനും മാർക്കി സ്ത്രീയുമാണ്. അവിടോട്ടൊന്ന് കയറി ടൂത്ത് പേസ്റ്റിന്റെ കവർ ചെറിയ കവർ ചെയ്തു. ഈ സഹോദരി ഉപയോഗിച്ചിട്ട് അടച്ചു വെച്ചില്ല, ഇത് തുറന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, നിനക്ക് ഇത് അടച്ചു വെക്കാമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ പുള്ളിക്കാരി പറഞ്ഞു, അല്ലെങ്കിൽ എന്ത് ഓർക്കുന്ന ആളാന്ന് അറിയത്തില്ലേ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നറിയ. പുള്ളിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എടി ഞാനത് ചെയ്യാറുണ്ട്, ഞാൻ തുറന്നായിരുന്നു, ഞാൻ അടച്ചു വെച്ചത്. പുള്ളി പല പ്രാവശ്യം മറന്നിട്ടുണ്ട് ഈ ഭാര്യ അടച്ചു വെച്ചത്. അപ്പൊ പുള്ളിക്കാരി പറയോ, പിന്നെ ഇത്ര പഞ്ച്വലായിട്ട് ചെയ്യുന്ന ഒരാള് കുറെ കഴിഞ്ഞപ്പം ഈ സഹോദരൻ പറയുക, നിന്നെ പോലെ ഒരുത്തിയുടെ കൂടെ താമസിക്കുന്ന എന്നെ വേണം പറയാൻ. ആ പുള്ളിക്കാരി തിരിച്ചു പറഞ്ഞു, അതിനിപ്പോ ആരാ എന്തോ പറഞ്ഞു, താണ്ടെ വാതിൽ തുറന്നു കിടക്കാതല്ലോ പോയാൽ. എവിടെ തുടങ്ങി? ടൂത്ത് പേസ്റ്റിന്റെ കവർ അടയ്ക്കുന്നതിൽ തുടങ്ങിയതാണ്. പക്ഷെ എസ്കലേറ്റ് ചെയ്ത് ടൂത്ത് പേസ്റ്റിന്റെ കവറും കഴിഞ്ഞ് ഇപ്പൊ ഭാര്യ ഒരു വീട്ടിലും ഭർത്താവ് വേറെ വീട്ടിലും. അല്ല, മനസ്സിലായ പറഞ്ഞു? ചെറിയ കാര്യങ്ങൾ അവിടെ ഒതുക്കാതെ അത് എസ്കലേറ്റ് ചെയ്യാൻ അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിന്റെ തകർച്ചയെ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒന്നുകിൽ ഫ്ലോർ ഒന്ന് തൂക്കുന്ന കാര്യത്തിൽ തുടങ്ങിയത്, ഇല്ലെങ്കിൽ കാർ ഒന്ന് കഴുകുന്ന കാര്യത്തിൽ തുടങ്ങിയത്, ഇല്ലെങ്കിൽ ഫുഡിന്റെ ടൈം ഒന്ന് തെറ്റിയത്. ഇതിനെ പിടിച്ച് ആരാ വിട്ടുകൊടുക്കുന്നത്? ഇതിൽ പണ്ടാരണ്ട് പറഞ്ഞ പോലെ, കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞ പോലെ, ഒരിക്കൽ ഒരു സഹോദരനും സഹോദരിയും കല്യാണം കഴിച്ചു പോയി. പണ്ടത്തെ അപ്പച്ചന്മാർ പ്രസംഗിക്കുന്നതിൽ കഥ പറഞ്ഞതാ. ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം പാടത്തൂടെ, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, പാടത്തൂടെ പോയി. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഇത് എന്തുകൊണ്ടാ കൊയ്യുന്നേ? അരിവാള് കൊണ്ടാ കൊയ്യുന്നത്, അരിവാള് കൊണ്ട് ഇത് കൊയ്യുന്നു. ഭാര്യ പറഞ്ഞു, ഇല്ല ഇത് കത്രിക കൊണ്ടാ കൊയ്യുന്നത്. ഏതാ കത്രിക കൊണ്ടാ കൊയ്യുന്നു. ഭർത്താവ് വിട്ടു കൊടുത്തില്ല. ഭർത്താവ് പറഞ്ഞു, ഇത് അരിവാള് കൊണ്ടാ കൊയ്യും. ഭാര്യ പറഞ്ഞ അതിന് കത്രിക. ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് ഈ ഭാര്യക്കിട്ട് ഒരു ചവിട്ട് ഭർത്താവ് കൊടുത്തു. ഈ സഹോദരി അടുത്ത കുളത്തിലേക്ക് ചടാന്ന് പറഞ്ഞ വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിന്റെ അടിയിലോട്ട് പോയി. ഈ മുങ്ങി ചാകാൻ നേരം ഉണ്ടല്ലോ 3 പ്രാവശ്യം പൊങ്ങി വരുന്ന പരിപാടി. ഈ പുള്ളിക്കാരി ഓരോ പ്രാവശ്യം പൊങ്ങി വന്നപ്പോഴും കൈ ഇങ്ങനെ കാണിച്ചു. അല്ല, മനസ്സിലായ പറഞ്ഞത്? ഓരോ പ്രാവശ്യം പൊങ്ങി വന്നപ്പോഴും 3ാമത്തെ പ്രാവശ്യം അവസാനം ചാകാൻ തുടങ്ങുന്ന സമയത്ത് ഈ സഹോദരി കാണിച്ച് ഇങ്ങനെ, എന്റെ സഹോദരൻ ഞാൻ ചത്താലും ഇത് കത്രിക
പോലെ ഇതിങ്ങനെ പറഞ്ഞു വന്ന് ചവിട്ടും തൊഴിയും ബഹളമൊക്കെ ആക്കേണ്ട കാര്യമുണ്ടോ? പ്രശ്നം എസ്കലേറ്റ് ചെയ്യുക. ഇത് അൺഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ആണ്. മുന്നോട്ട് പോകാം. പിന്നീട് അടുത്ത കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻവാലിഡേഷൻ ആൻഡ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ചില സഹോദരന്മാരുണ്ട് വാക്കുകൾ കൊണ്ട് ഭാര്യയൊന്നും ചെയ്തില്ല. ചില ഭാര്യമാരുണ്ട് കണ്ണുരുട്ടി കാണിക്കും ഭർത്താവ്. അങ്ങനെയുള്ള ഭാര്യമാരുണ്ടോ? നിങ്ങളില്ലാത്തതിനായി സ്വന്തം. ചില ഭാര്യമാരുണ്ട് ഭർത്താവ് എവിടെയെങ്കിലും നിന്ന് മാന്യന്മാരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പുള്ളിക്കാരി മാറിയില്ല കണ്ണുരുട്ടി കാണിക്കും. എന്ന് പറഞ്ഞാൽ ഉടനെ ഭർത്താവിനെ പിന്നെ നിൽക്കാൻ കൊടുത്തില്ല, വീട്ടിൽ ചെന്ന കോളാന്നറിയാം. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഭാര്യ ഒരു മനുഷ്യരും പബ്ലിക്കിൽ കളിയാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഭാര്യയും പരസ്യമായി കളിയാക്കരുത്. ഒരു ഭർത്താവിനെയും പരസ്യമായി കളിയാക്കരുത്. നമുക്കറിയാം ചില കക്ഷികളെ ഭർത്താക്കന്മാർക്ക് ലൈസൻസ് കിട്ടിയതുപോലെ പബ്ലിക് എന്നോ ഒരിടവും നോട്ടമില്ല. ഭാര്യ എന്ത് ചെയ്തോളൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് കളിയാക്കും. ഞാനൊരു ജനറൽ പ്രിൻസിപ്പിൾ പറയാം. എന്നെ ഇവിടെ നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുന്നിടത്ത് ഈ തോമസ് മാമൻ പാസ്റ്റർ കളിയാക്കിയാൽ എനിക്കത് ഫീൽ ചെയ്തില്ല. ഞാൻ പാസ്റ്ററെ കളിയാക്കിയാൽ പാസ്റ്റർക്ക് ഫീൽ ചെയ്യും. അതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. പരസ്യമായി 10 പേരുടെ മുന്നിൽ വെച്ച് ആരെ കളിയാക്കിയാലും അവർക്കത് പിടിക്കത്തില്ല. അതുകൊണ്ട് പരസ്യമായ സ്ഥലങ്ങളിൽ ഫുഡിന്റെ കാര്യമായിരിക്കാം. ഞാൻ എന്റെ ഭാര്യ എന്നെ പറ്റി കംപ്ലൈന്റ് പറയുന്നില്ല, ഫുഡിന് കംപ്ലൈന്റ് പറയുന്നു. എന്ത് ഭക്ഷണം കൊണ്ട് വെച്ചാൽ പിന്നെ വല്ലവരും ഉണ്ടെങ്കിൽ നന്നായിരിക്കുന്നു എന്നൊരു വാക്ക് അവര് പറഞ്ഞില്ലേ ഞാൻ പറയും കേട്ടോ. ഈ ഭക്ഷിക്കുന്ന ആളുകൾ പറയുന്ന നന്നായിരിക്കുന്നു പറഞ്ഞില്ലെങ്കിൽ അവർ നന്നായി പുള്ളിക്കാരിക്ക് ഇച്ചിരി കമ്മിയായിക്കോട്ടെ. പിന്നെ മുറി കയറിയിട്ട് ഞാൻ പറയും ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നോ ഒരു സംശയമുണ്ട്, എങ്കിലും നന്നായിരുന്നു കേട്ടോ, എങ്കിലും നന്നായിരുന്നു. ഒറ്റ മനുഷ്യനും പരസ്യ സ്ഥലങ്ങളിൽ കളിയാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും കമ്മ്യൂണിക്കേഷന്റെ പേരായി കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ആളിനെ എന്ത് ചെയ്യുക? ഇൻവാലിഡേറ്റ് ചെയ്യുക. അവരുടെ വാല്യൂവിനെ അവരുടെ സ്റ്റാറ്റസിനെ കൊച്ചാക്കി കാണിക്കുന്ന പരിപാടിയാണ്. എന്ത് പറഞ്ഞാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. നമ്മുടെ ഭാര്യയോ ഭർത്താവിനെയോ നമ്മൾ തന്നെ കളിയാക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നെങ്കിൽ നമ്മുടെ പേര് ഭൂതഗ്രസ്തനാണ്. എന്താ പേര്? ഭൂതഗ്രസ്തൻ. കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ശരീരമാണ്. അപ്പൊ അവരവരുടെ ശരീരത്തെ ഉപദ്രവിക്കുന്നവൻ ആരാ? ഗദരദേശത്തെ ഭൂതഗ്രസ്തനാണ്. അല്ല മനസ്സിലായി പറഞ്ഞു? ഭാര്യയെ അടിക്കുന്നവൻ ഭൂതഗ്രസ്തനാണ്, ഭാര്യയെ തൊഴിക്കുന്നവൻ ഭൂതഗ്രസ്തനാണ്, ഭർത്താവിനെ ചീത്ത വിളിക്കുന്നവൻ ഭൂതഗ്രസ്തയാണ്. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച് കൃപാവരമുള്ള ദൈവദാസനെ കൊണ്ടുവന്ന് ഈ ഭൂതത്തെ ഇറക്കി വിടുകയാണ്. അതുകൊണ്ട് ഭാര്യയെ അടിക്കാൻ, ഭാര്യയെ ഉപദ്രവിക്കാൻ, ഭാര്യയെ കളിയാക്കാൻ, അല്ലെ ചിലരൊക്കെ ഈ പബ്ലിക്കിലൊക്കെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ് കേട്ടില്ലെങ്കിൽ കാര്യങ്ങളൊന്നും മണ്ണിൽ കൈമലർത്തി ഇങ്ങനെ ആകാശത്തോട്ടൊക്കെ നോക്കുന്ന കാണാം. കാരണം പബ്ലിക്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ ഒരെണ്ണത്തിനെ ആണല്ലോ എനിക്ക് ഭാര്യയായി കിട്ടിയതെന്നുള്ള ഒരു പരുവത്തിൽ കണ്ണുമൊക്കെ മേളിലോട്ട് കാണിച്ച് കൈയൊക്കെ മലർത്തി, സഹോദരൻ നിനക്കൊരു നല്ല ശാസനയുടെ ആവശ്യമുണ്ട്, അഭിഷേകമുള്ള ദൈവദാസന്മാരുടെ അടുത്ത് പോയി നല്ല ശാസിച്ച് ആ ഭൂതത്തെ ഇറക്കി വിടണം. നിന്റെ ഭാര്യ നിന്റെ ശരീരമാണ്, നിന്റെ ഭർത്താവ് നിന്റെ ശരീരമാണ്. അവരെ പരസ്യമായി കളിയാക്കാൻ, അവരെ പുട്ട് ഡൗൺ ചെയ്യാൻ ഞാനവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പുട്ട് ഡൗൺ ചെയ്യാൻ, താഴ്ത്തിക്കെട്ടാൻ ഒരു ശ്രമവും നമ്മൾ നടത്തരുത്. അടുത്തത് പെട്ടെന്ന് പോകണം. അടുത്തത് ഇതൊക്കെ അടുത്ത നെക്സ്റ്റ് ഡിഫൻസീവ്നെസ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ അവരവരെ ഏറ്റെടുക്കാതിരിക്കുക. ചിലരൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ ഞാൻ സാധാരണ പോകാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുക്കിലേക്ക് വരാറുണ്ട്. വരുമ്പോൾ ഈ ഭാര്യയോടും ഭർത്താവിനോടും സംസാരിച്ച് ഇവരുടെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് നമ്മൾ വിചാരിക്കും ഇതുപോലെ പരിശുദ്ധയായ ഒരു ഭാര്യയില്ല, ഇതുപോലെ നല്ലൊരു മനുഷ്യൻ. പിന്നെ നമ്മൾ തന്നെ കണ്ണു തെളിക്കും. പിന്നെ എങ്ങനെ ഈ പ്രശ്നം ഉണ്ടായത്? കാരണം ഭർത്താവിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഈ പുള്ളി ഒരു തെറ്റും ചെയ്യത്തില്ല, ഭാര്യയുടെ പ്രശ്നമാണ്. ഭാര്യയോട് സംസാരിച്ച് കേട്ടാൽ തോന്നും ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്യത്തില്ല. പിന്നെ ഞങ്ങൾ പഠിച്ച ടെക്നിക്സുകൾ ഉപയോഗിക്കേണ്ടി വരും, ഇവർ തെറ്റുകാരാണെന്ന് അവരെ കൊണ്ട് പറയിക്കാൻ. മനസ്സിലായി? എന്താ തെറ്റെന്ന് അവരെ കൊണ്ട് പറയിക്കാൻ. പിന്നെ അപ്പം അവരവർ ചെയ്യുന്ന കുറ്റങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അവരവർ അംഗീകരിക്കുന്നില്ല. അതിന് പകരം പാർട്ട്ണറുടെ മേലെ എന്ത് ചെയ്യുക, അടിച്ചേൽപ്പിക്കുക. ഇതിനെയാണ് ഡിഫൻസീവ്നെസ്, അവരവരെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്ന സ്വഭാവം. അടുത്തത് പെട്ടെന്ന് ഇതൊരു രസകരമായ സ്വഭാവം, സ്റ്റോൺ വാളിംഗ്. അതിന്റെ ആ മലയാളം തന്നെ എടുത്തു. സ്റ്റോൺ വാളിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നല്ല കരിങ്കൽ ഭിത്തി പോലെ നിൽക്കുക. ഭാര്യ ഭയങ്കര
ഭയങ്കര വിഷമമായിട്ട് പുറത്തുനിന്ന് വന്നതാണ്. വേദന ചാരാണ്ട് ബോസ് ചീത്ത വിളിച്ചതും ബോസ് വഴക്ക് പറഞ്ഞതും ഭയങ്കര വിഷമമായിട്ടിരിക്കുക. വീട്ടിൽ വന്നപ്പോഴാണ് ഭർത്താവ് പേപ്പറും വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണോ. ഈ ഞാൻ പറഞ്ഞല്ലോ ഭാര്യയുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്. പുള്ളിക്കാരിക്ക് ഇത് എങ്ങനെയും ഒന്ന് പറയണം. അത് പറയാനായിട്ട് ഭർത്താവിന്റെ അടുക്കിലേക്ക് വന്നതാണ്. പറയാൻ തുടങ്ങി, അയ്യോ എന്റെ ഹോസ്പിറ്റലിൽ ഇന്ന രോഗി ഇന്ന പ്രശ്നം ഉണ്ടായി, പലസ്തീനിൽ ബോംബ് വീണു, 45 പേർ മരിച്ചു. റെസ്പോൺസ് ഭർത്താവിന്റെ റെസ്പോൺസ്. ഈ പുള്ളി പേപ്പർ വായിച്ചോണ്ടിരിക്കുക. അപ്പം പേപ്പർ ഈ സഹോദരി പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ആ മുഖത്തേക്ക് നോക്കുന്നില്ല. അതിന് പകരം ഭാര്യ പറയുന്നതിനേക്കാൾ പുള്ളിക്ക് വലുത് പലസ്തീനിൽ ബോംബ് പൊട്ടിയതാണ്. അപ്പൊ ഇതിനെയാണ് ഈ സ്റ്റോൺ വാളിംഗ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. പറയുന്നതൊന്നും കേൾക്കുന്നില്ലെന്നുള്ള മട്ടിലിരിക്കുക. ഇന്ന് ഈ രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, പരസ്പരം കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പകുതി തീർന്നു കിട്ടും. ലിസൺ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഭാര്യ പറയുന്നത് ഒന്ന് ലിസൺ ചെയ്യാൻ. ഈ ചിലരൊക്കെ ഉണ്ട് ആധികാരികതയോടെ ലിസൺ ചെയ്യുന്നത്. ഭാര്യ ഭർത്താവോട് പ്രശ്നം പറയുക, പക്ഷെ ഈ സഹോദരി ഒരു വാക്ക് പറയാൻ സമ്മതിക്കുന്നില്ല. പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയ ഉടനെ ഭർത്താവ് ചാടി എഴുന്നിട്ട് പറയാം, അങ്ങനല്ലെന്നേ, അങ്ങനല്ല ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് എല്ലാത്തിന്റെയും ഫൈനൽ എന്നൊരു മട്ടിലാണ് പുള്ളിയുടെ പറഞ്ഞങ്ങോട്ട് തുടങ്ങി ഒരു സെന്റൻസ് എടി ആ പുള്ളിക്കാരി പറഞ്ഞ് തീർന്ന് മൊത്തം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ഈ പുള്ളി പറയുന്നത് തന്നെ ആയിരിക്കാം ആ സഹോദരി പറയാൻ വരുന്നത്. പക്ഷെ പറയാൻ സമ്മതിക്കത്തില്ല. അതിന് പകരം ഇവിടുന്ന് ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് പറഞ്ഞ വാക്കെ കയറി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുക. ഇതൊന്നും ചിലപ്പം സഹോദരിമാർ വന്ന പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളി കാണാം, പിന്നെ ഇതൊന്നും കേൾക്കാനുള്ള സമയം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോക്ക്. ഇതൊക്കെയാണ് ഈ സ്റ്റോൺ വാളിംഗ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം? ഞാൻ ഇതുകൊണ്ട് ഈ ഭാഗം നിർത്തുക. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, ആശയവിനിമയം നടത്തുന്ന ശൈലി ഒന്ന് ചെറിയ കറക്ഷൻ വരുത്തിയ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം. ഞാൻ ഇവിടെ ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റിൽ ഈ ക്ലാസ്സിന്റെ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ എഴുതിയ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഏത് പ്രശ്നത്തിന്റെ നടുവിൽ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും. ഞാൻ തമാശ പറഞ്ഞല്ലോ, ഇത് ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറയുകയല്ല. ഞാൻ എന്റെ ഈ സഹോദരനോട്, ഈ ദൈവദാസനോട് ഒരു വലിയ പ്രശ്നമാണെന്ന് കൂട്ടിക്കും. വലിയ പ്രയാസം ഉണ്ടായി. ഞങ്ങൾ തമ്മിൽ ഒരു വാദപ്രതിവാദമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന്റെ ഒരു ക്രമീകരണത്തിനായിട്ട് എന്ത് ചെയ്തെന്നോ, ഈ ദൈവദാസനെ വിളിച്ചു, കർത്താവിനെ ഒന്ന് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് ചിരിക്കുന്ന ഒന്ന് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കാൻ പാവിരിക്കുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ മനസ്സിൽ പകുതി എന്നോടുള്ള ദേഷ്യം പോയി. പിന്നെ ഇരിക്കുന്ന സമയത്ത് എന്താ പ്രാർത്ഥനയിൽ നേരക്കൊണ്ടല്ലോ, നിങ്ങൾ ഞാൻ വെക്കുക, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നു തോന്നിയിട്ട്, പ്രശ്നം ഉണ്ടാകുന്നു, നമ്മളെ കൈവിട്ട് പോകത്തക്ക നിലയിൽ ഒരു വിഷയം ഉണ്ടാകുന്നു തോന്നുന്ന സമയത്ത് ഈ രണ്ടുപേരും കൂടെ ഒന്ന് തീരുമാനിച്ച് ഒന്ന് മുട്ടുമടക്കാൻ. ഈ മുട്ടുമടക്കാൻ തീരുമാനിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ദേഷ്യത്തിന്റെ പകുതി പോയി. പിന്നെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്. ഇത് ടെസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യമാണ്, ടെസ്റ്റ് ചെയ്ത കാര്യമാണ്. പ്രയാസം ഉണ്ടാകുന്ന കാണുമ്പോൾ ആരെ ഇൻവൈറ്റ് ചെയ്യുക? കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യുക. ഈ ആങ്കർ മാനേജ്മെന്റ് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. ദേഷ്യം വന്നിരിക്കുമ്പോൾ സാധാരണ ആങ്കർ മാനേജ്മെന്റ് പറയുമ്പോൾ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ദേഷ്യം വന്നിരിക്കുമ്പോൾ ദേഷ്യം വരുന്ന ആൾ അറിയണം ഞാൻ ദേഷ്യം വന്നിരിക്കുക. രണ്ട്, പെട്ടെന്ന് വരുന്ന റെസ്പോൺസ്. ദേഷ്യം വന്നിരിക്കാൻ ഉറപ്പാണെങ്കിൽ അന്നേരം വരുന്ന റെസ്പോൺസ് പറയാതിരിക്കുക. അന്നേരം വരുന്നത് നല്ലതാണെങ്കിൽ ദോഷമാണെങ്കിൽ പറയാൻ. പിന്നെ ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പല ടെക്നിക്സിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത്രയും റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നെണ്ണരുത്. എണ്ണിയ ദേഷ്യം കൂടും. അപ്പൊ അതിനേക്കാൾ നല്ലത് 10, 9 മനസ്സിൽ 10, 9, 8 അല്ലെ ഇന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കും. ആരുടെ ദേഷ്യം വരുമ്പോ അവിടെ നിന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിന് മുന്നേ 10, 9, 8, 7, 6 കാരണം ഇവിടെ കുറഞ്ഞ വരുന്നത് 5, 4, 3, 2, 1 ഇതെത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ദേഷ്യം പോകും. അല്ലെ നിങ്ങൾ വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് 1, 2, 3 എണ്ണിയത് കയറി പോവാ, ഇത് മേളിലോട്ട് പോവുക അല്ലെ, ഇവിടെ എസ്കലേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്ന് താഴോട്ട് 10, 9, 8, 7 എന്നൊന്ന് എണ്ണി നോക്കണം. ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അടുത്ത മനസ്സിലായി അത്രയും താഴെ സിനിമയിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു പരുവത്തിലേക്ക് എത്തി. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം ദൈവദാസൻ
പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ തുടങ്ങി. അവിടെ തന്നെ ഞാൻ നിർത്തട്ടെ. എന്തെല്ലാം കൗൺസിലിംഗ് നടത്തിയാൽ, എന്തെല്ലാം പരിപാടികൾ ഒപ്പിച്ചാൽ കുടുംബജീവിതം ധന്യമാകണമെങ്കിൽ കർത്താവിനെ കൂടി മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വേദപുസ്തകം പറയുന്നത്, മുപ്പിരി ചരട് വേഗത്തിൽ എന്ത് ചെയ്യത്തില്ല. കുടുംബജീവിതത്തിൽ പ്രയാസമില്ലെന്നോ ഡിസഗ്രിമെന്റ് ഇല്ലെന്നോ ബുദ്ധിമുട്ടുകളില്ലെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ ദൈവ മക്കളാണെന്നും പറഞ്ഞു വേണം നമ്മൾ സംസാരിക്കാൻ. നമ്മൾ കർത്താവിന്റെ മക്കളാണെന്നും പറഞ്ഞു വേണം റെസ്പോണ്ട് ചെയ്യാൻ. അങ്ങനെ നമ്മെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമായിരിക്കും. അതിന് നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ചിലരെ ഒരു വാക്കോടെ ഞാൻ പറയാം. ചില പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പാസ്റ്ററെ ദേഷ്യം വരുമ്പോ എന്റെ കൺട്രോൾ പോകും, ദേഷ്യം വരുമ്പോ എന്റെ കൺട്രോൾ പോകും. ഞാൻ ആ സഹോദരനോട് ചോദിച്ചിട്ടുണ്ട്, സഹോദരൻ ചുമ്മാ കേട്ടോ, നിനക്ക് എത്ര ദേഷ്യം വന്നാലും കൺട്രോൾ ചെയ്യാൻ കഴിവ് നിനക്കുണ്ട്, ഇല്ലെങ്കിൽ നീ പോലീസുകാരുടെ അടുത്ത് പോകാം എന്ന് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞതിന്റെ 10 മടങ്ങ് ചൂടുള്ള ചീത്ത വിളിച്ചാൽ പോലും നീ കൈകെട്ടിയോടെ നിൽക്കും. ഒരു വാക്കുണ്ടത് അല്ലെ കാര്യം എന്താ? അടികൊള്ളുന്ന പേടിയും അത് മാത്രമല്ല, കൺട്രോൾ ചെയ്യാൻ ഒരു കഴിവ് തന്റെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? കൺട്രോൾ ചെയ്യാൻ ഒരു കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. ദൈവം തന്ന ഈ കഴിവിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം തന്ന കഴിവിനെ നമ്മൾ ഉപയോഗിക്കുക. ഞാൻ വിശദമായിട്ട് ഒന്നും തന്നെ ആ നിലയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ കുടുംബജീവിതം ദൈവം തന്ന ദാനമാണ്, ദൈവം തന്ന നന്മയാണ്, ദൈവിക ഉദ്ദേശത്തോടെ ദൈവം യോജിപ്പിച്ചതാണ്. ഇത് ദൈവിക ഉദ്ദേശത്തോടെയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തെ അഫക്ട് ചെയ്യുന്നതെല്ലാം ദൈവത്തെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം ദൈവ സ്നേഹത്തിൽ പരസ്പരം ഫോർഗീവ് ചെയ്യുന്ന, പരസ്പരം ക്ഷമിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്നുള്ള ബോധ്യത്തോടെ കർത്താവിനോട് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെല്ലാവരെയും, കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ധന്യമായ കുടുംബജീവിതം നയിപ്പാൻ ആവശ്യമായ ദൈവകൃപയാൽ നമ്മ എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനെ അതിന് സമയം കൊടുക്കണമെന്ന് വിചാരിച്ചു. നടന്നില്ല, പെട്ടെന്ന് എയർപോർട്ടിൽ പോകേണ്ടതായതുകൊണ്ട്